ഹലോ ഓൾ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പാർട്ട് 2 ആണ്. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ ബാക്ടീരിയയെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ അണ്ടറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബാക്ടീരിയ. സോ ബാക്ടീരിയയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതും നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ മാർക്ക് ചെയ്ത് പറയാണ്, ബാക്ടീരിയ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് ഞാൻ പറയാൻ കാരണമുണ്ട്. അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 6 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻസും ഒരു 6 to 7 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ബാക്ടീരിയയിൽ നിന്ന് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ബാക്ടീരിയ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മളുടെ ഈ ഒരു എക്സാമിൻ്റെ അണ്ടറിൽ പല ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ബാക്ടീരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 6 to 7 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ ആദ്യം. എന്നിട്ട് അപ്പം നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. എന്നിട്ട് നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. സോ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following is a short curved comma shaped bacteria? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഷോർട്ടായിട്ട് കർവ്ഡും കോമ ഷേപ്പായിട്ടുള്ളതും? നമ്മൾ പഠിച്ച ഒരു കാര്യമാണല്ലേ, ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു. അപ്പോൾ അതേതാണ് ഷോർട്ട് കർവ്ഡ് കോമ ഷേപ്ഡ് ബാക്ടീരിയ. സോ അതേതാണ് ഷേപ്പിൻ്റെ ബേസിസിൽ, അതിൻ്റെ സെല്ലിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണിത്. സോ അതേതാണ് ആൻസർ വരിക? ഇസ് വിബ്രിയോ. അതായത് ഷോർട്ട് കർവ്ഡ് കോമ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വിബ്രിയോ. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? വിബ്രിയോ കോളറെ. സോ വിബ്രിയോ കോളറയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫ്രീ ലിവിംഗ് മൈക്രോബ്സ് ദാറ്റ് ലിവ് ഓൺ ഡെഡ് ഓർ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റേഴ്സ് ആർ നോൺ ആസ് ഡാഷ്. ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിൽ സർവൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ലിവ് ചെയ്യുന്ന ഫ്രീ ലിവിംഗ് മൈക്രോബ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാണ്? ദി ടൈപ്സ് ഓഫ് മൈക്രോബ്സിൽ നമ്മൾക്ക് വരുന്ന ഒരു കാര്യമാണല്ലേ പാരസൈറ്റ്സ്, സാപ്രോഫൈറ്റ്സ്, കൊമൻസെൽസ്, പാത്തജൻസ്. എന്താണ് ഡെഡ് ആൻഡ് ഡീക്കേ മാറ്റേഴ്സിൽ വരുന്ന ആരാണ്? ഇറ്റ് ഈസ് സാപ്രോഫൈറ്റ്സ്. അത് സാപ്രോഫൈറ്റ്സ് ആണ്. സോ ആൻസർ ബി. നെക്സ്റ്റ് വൺ, വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഇസ് എ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയം? ഇത് കണ്ടോ, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ട് ബേസ്ഡ് ഓൺ ദ സെൽ വാൾ കോമ്പോസിഷൻ. സോ അതിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലമൈഡിയ, ട്രാക്കോമൈറ്റിസ്, ക്ലോസ്ട്രീഡിയം പെർഫ്രിജൻസ്, എസ്ട്രീഷ്യ കോളെ, യെർസീനിയ പെസ്റ്റസ്. ഇതിലേതാണ് വരുന്നതെന്ന് അറിയാമോ? ക്ലോസ്ട്രീഡിയം പെർഫ്രിജൻസ് ആണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ക്ലോസ്ട്രീഡിയം പെർഫ്രിജൻസ്. അപ്പം ആൻസർ ബി ആണ് വരുന്നത്. കണ്ടോ, വിച്ച് among the following is a ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. സോ ആ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാം പോസിറ്റീവ് എന്താണ്, ഗ്രാം നെഗറ്റീവ് എന്താണ്, അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോളൂ. നെക്സ്റ്റ് വൺ, ബാക്ടീരിയൽ സെൽ വോൾസ് ആർ മെയിൻലി കമ്പോസ്ഡ് ഓഫ് ഡാഷ്. ബാക്ടീരിയൽ സെൽ വോളിൻ്റെ കമ്പോണൻ്റ് ഏതാണ്, അതിൻ്റെ കെമിക്കൽ കമ്പോണൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, പെപ്റ്റിഡോഗ്ലൈക്കൻ, ലിപ്പോപ്രോട്ടീൻ, പോളിസാക്കറൈഡ്, ട്രൈഗ്ലിസറൈഡ്സ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കമ്പോണൻ്റ് ഏതാണ് ബാക്ടീരിയൽ സെൽ വോളിൽ? ഇറ്റ് ഇസ് പെപ്റ്റിഡോഗ്ലൈക്കൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബാക്ടീരിയ വിത്ത് എ ടഫ് ഓഫ് ഫ്ലജല അറ്റ് വൺ എൻഡ് ആർ കോൾഡ് ഡാഷ്. ഒരു കൂട്ടം ഫ്ലജല ഒരു എൻഡിൽ മാത്രമായിട്ട് കാണുന്ന ബാക്ടീരിയനെ നമ്മൾ കൊടുക്കുന്ന ജനറൽ ടേം എന്താണ്? ലോഫോട്രൈക്കസ്, പെരിട്രൈക്കസ്, ആംഫിട്രൈക്കസ് ആൻഡ് മോണോട്രൈക്കസ്. ഇറ്റ് ഈസ് ഒരു എൻഡിൽ ഒരുപാട് ഫ്ലജല ഉണ്ടെങ്കിൽ, അതായത് ഒരു ബാക്ടീരിയൽ സെല്ല് എടുക്കുകയാണ്, അതിൻ്റെ ഒരു എൻഡിൽ ഒരുപാട് ഫ്ലജല ഇങ്ങനെ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ലോഫോട്രൈക്കസ്. ലോഫോട്രൈക്കസ് എന്നാണ് പറയുന്നത്. നമുക്കിതെല്ലാം എന്താണെന്നുള്ളത് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫ്ലജല ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബാസിലെ ആർ ദ ടേം യൂസ്ഡ് ഫോർ ഡാഷ്. ബാസില എന്ന് പറയുന്നത് ഇതിൽ ഏതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ജനറൽ ടേം ആണ്. സ്പെറിക്കൽ ബാക്ടീരിയ, കോമ ഷേപ്ഡ് ബാക്ടീരിയ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ, സ്പൈറൽ ബാക്ടീരിയ. ഏതിനാണ് നമ്മൾ ബാസിലൈ എന്നുള്ള ടേം കൊടുക്കുക? ഇറ്റ് ഈസ് റോഡ് ഷേപ്പ് ബാക്ടീരിയ. റോഡ് ഷേപ്പ് ബാക്ടീരിയക്കാണ് നമ്മൾ ബാസിലൈ എന്നുള്ള
ടേം കൊടുക്കുന്നത്. സ്പെറിക്കലിന് നമ്മൾ എന്താണ് കൊടുക്കുക? കോക്കസ് എന്നുള്ള ടേമാണ്. കോമയ്ക്ക് നമ്മൾ വിബ്രിയോ എന്നുള്ള ടേമാണ് കൊടുക്കുക. സ്പൈറലിന് സ്പൈറൽ എന്നുള്ള ടേമാണല്ലോ കൊടുക്കുക. അപ്പം റോഡ് ഷേപ്ഡ് ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ബാസിലൈ. ഓക്കെ, അപ്പം അത് ഓർക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പല വർഷങ്ങളിലായിട്ട് നമ്മളുടെ ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ എക്സാമിനും 1-2 ക്വസ്റ്റ്യൻ വീതം ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. ബാക്ടീരിയ എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതിൽ കൂടാതെ ബാക്ടീരിയയുടെ ഡിസീസസും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡിസീസസിൻ്റെ അണ്ടറിൽ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് തന്നെയാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പം ഇത് സ്കിപ്പ് ചെയ്യരുത്, മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണിത്. ആൻഡ് ഷുവർ ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? ഓക്കെ, സോ ഇതിലാദ്യം നമുക്ക് എന്താണ് ബാക്ടീരിയ എന്ന് നോക്കാം. എന്നിട്ട് ബാക്ടീരിയയുടെ സ്ട്രക്ചർ പഠിക്കാം, ദെൻ ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ടീരിയ എന്താണെന്ന് നോക്കാം. ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ മൈക്രോസ്കോപ്പിക്. മൈക്രോസ്കോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിലൂടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അത്രയും സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ആൻഡ് ദേ ആർ യൂണിസെല്ലുലാർ. അവർക്ക് ഒറ്റ സിംഗിൾ സെല്ലായിട്ടായിരിക്കും അവർ സർവൈവ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പ്രോക്യാരിയോട്ടിക്. പ്രോക്യാരിയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രിഡോമിനൻ്റ് ആയിട്ട്, അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഉള്ള ന്യൂക്ലിക് ആസിഡിനെ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂക്ലിയസ് അവർക്കില്ല. അപ്പോൾ അതാണ് പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയുന്നത്. സോ ബാക്ടീരിയ ആർ മൈക്രോസ്കോപ്പിക്, യൂണിസെല്ലുലാർ ആൻഡ് പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം. ഇനി യൂക്യാരിയോട്ടിലെ പോലെ ഇവർക്ക് സെൽ ഓർഗനൽസോ അവർക്കൊരു ട്രൂ ന്യൂക്ലിയസോ ഒന്നും ഇല്ല. ഇങ്ങനത്തെ പോയിന്റുകൾ ഓർത്ത് വെച്ചേക്കൂ, ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ബാക്ടീരിയ ആർ മൈക്രോസ്കോപ്പിക്, യൂണിസെല്ലുലാർ, പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം. ദേ ലാക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആൻഡ് ദേ ലാക്ക് ന്യൂക്ലിയസ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ പ്രോക്യാരിയോട്സിന്റെ അണ്ടറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്ടീരിയനെ പറ്റിയുള്ള സ്റ്റഡീനെയാണ് നമ്മൾ ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് അണ്ടർ മൈക്രോബയോളജി. മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തം മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയുള്ള സ്റ്റഡി, ക്ലാസിഫിക്കേഷൻ, മെറ്റബോളിസം, അതിൻ്റെ ലൈഫ് സൈക്കിൾ, ഡിസീസ് എല്ലാം പഠിക്കുന്ന ഒരു ഫീൽഡാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ ബാക്ടീരിയനെ പറ്റി പഠിക്കുന്ന ആ ഒരു ഫീൽഡാണ് ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. സോ ബാക്ടീരിയോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ബാക്ടീരിയ ആർ മൈക്രോസ്കോപ്പിക്, യൂണിസെല്ലുലാർ, പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം. ദേ ഡു നോട്ട് ഹാവ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ ആൻഡ് ദേ ഡു നോട്ട് ഹാവ് ട്രൂ ന്യൂക്ലിയസ്. സോ അതുകൊണ്ടാണ് അവരെ നമ്മൾ പ്രോക്യാരിയോട്ടിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ടിപ്പിക്കൽ ബാക്ടീരിയൽ സ്ട്രക്ചറാണ് ഇതായി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു സിംഗിൾ സെൽ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ. ആൻഡ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഫ്ലജെല്ല ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് ഇതാണ് പിലായി തൂങ്ങിക്കിടപ്പുണ്ട്, ഇതാണ് കുഞ്ഞു 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 പിലൈസ് ഉണ്ട്. പിന്നെ അവർക്ക് എന്ത് കാണാം? അവർക്ക് ഔട്ടർ ആയിട്ടുള്ള ഒരു പോർഷൻ കാണാം. പിന്നെ അവർക്ക് സെൽ വോൾ വരുന്നുണ്ട്, അതിനുള്ളിലായിട്ട് അവർക്ക് പ്ലാസ്മ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ വരുന്നുണ്ട്, അതിനുള്ളിലായിട്ട് അവർക്ക് സൈറ്റോപ്ലാസം കിടപ്പുണ്ട്. സൈറ്റോപ്ലാസത്തിനകത്ത് നോക്കിക്കേ റൈബോസോംസ് കാണാം. അതേപോലെ എന്തൊക്കെ കാണാം? ഇതാണ്ട് ന്യൂക്ലിക് ആസിഡ് ഇങ്ങനെ കിടക്കും. അത് ന്യൂക്ലിക് ആസിഡ് അങ്ങനെ പ്രിഡോമിനൻ്റ് ആയിട്ട് ഒരു ന്യൂക്ലിയസിനുള്ളിലല്ലാതെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഇതിനോട് പുറമെ ചില ബാക്ടീരിയക്കകത്ത് എന്താണ് എക്സ്ട്രാ സെല്ലുലാർ സർക്കുലാർ ആയിട്ടുള്ള DNA കാണും, ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ കാണും. അതിനെ നമ്മൾ പ്ലാസ്മിഡ് എന്ന് വിളിക്കും. സോ ഇതാണ് ഒരു ജനറൽ സ്ട്രക്ചർ ഓഫ് എ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഒരു ടിപ്പിക്കൽ ഒരു ബാക്ടീരിയ എടുക്കുകയാണെങ്കിൽ ഇതാണ് അതിനകത്ത് വരുന്നത്. ഒരു സിംഗിൾ സെല്ലായിരിക്കും, യൂണിസെല്ലുലാർ ആണ്. അപ്പോൾ ഇതിൽ ഓരോ പാർട്ടുകളായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഫ്ലജല. ഫ്ലജല എന്ന് പറയുന്നത് അതിൻ്റെ വാലാണ് അതിൻ്റെ ഫ്ലജല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് വാൽ ഇവർക്ക്? അവർക്ക് നീന്തി പോവാൻ, അവർക്ക് മൂവ് ചെയ്യാനാണ് ഫ്ലജല വരുന്നത്. സോ ദേ ആർ ലോങ് ഹെയർ ലൈക്ക് ഫിലമെൻ്റസ് സ്ട്രക്ചർ. അത് എന്തിനു വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുക? മോട്ടിലിറ്റിക്ക്, മൂവ്മെൻറ്റിന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഫ്ലജലയുടെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൽ 3 പാർട്സ് ആണ് വരിക. ഫിലമെൻ്റ് ആയിട്ട് ഈ തൂങ്ങി ഇങ്ങനെ കിടക്കുന്നില്ലേ, അതാണ് ഫിലമെൻറ്റ്. ഇനി ബേസൽ ബോഡി, അതാണ് നമ്മൾ ഈ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ബേസൽ ബോഡിനെയും ഫ്ലജലയും കൂടെ കണക്ട് ചെയ്യുന്ന ആ പോർഷനാണ് ഹുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ 3 പോർഷനാണ് ഒരു ഫ്ലജലേക്ക് വരുന്നത്. അവർക്കൊരു ബേസൽ ബോഡി കാണും, അതാണ് പ്ലാസ്മ മെംബ്രെയിനിൽ എംബഡ് ചെയ്ത് കാണുന്നത്. പിന്നെ ഇതിനെയും നമ്മൾ ഫ്ലജലയും കൂടെ കണക്ട് ചെയ്യാനായിട്ട് എന്ത് കാണും? ഒരു ഹുക്ക് കാണും. പിന്നെ ഇതാണ് അതിൻ്റെ ഫ്ലജൽ. സോ ഇതാണ് ഒരു ടിപ്പിക്കൽ ഫ്ലജല്ലയുടെ സ്ട്രക്ചർ. സോറി, ദിസ് ഈസ് ദ ഫിലമെന്റ്. ഓക്കെ, ഇതാണ് ഒരു ടിപ്പിക്കൽ ഫ്ലജല്ലയുടെ സ്ട്രക്ചർ. ഇറ്റ് കണ്ടെയ്ൻസ് എ ഫിലമെന്റ്, എ ഹുക്ക് ആൻഡ് ദ ബേസൽ ബോഡി. ആൻഡ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്?
മോട്ടിലിറ്റി, മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ മോട്ടിലിറ്റി ആണ് അവരുടെ മെയിൻ ഫങ്ഷൻ. കീമോസ്റ്റാറ്റിസിനും അവർ ഹെൽപ്പ് ചെയ്യും, അതായത് കെമിക്കൽ റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് അവർ മൂവ് ചെയ്യാൻ വേണ്ടിയും ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഫ്ലജല. അതേപോലെ ബാക്ടീരിയൽ പാത്തോജനസിറ്റിയിലും സർവൈവലിലും ഇവർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്ലജല ഓരോന്നിൻ്റെ ഫങ്ഷൻസ് നന്നായിട്ട് നോക്കി വെച്ചോളൂ. ഫ്ലജല, it responsible for motility, it aids in chemostasis, it aids in the bacterial pathogenicity and survival. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്ട്രക്ചർ, ദാറ്റ് ഇസ് ഫ്ലജല്ല. ഇനി രണ്ടാമത്തെ സ്ട്രക്ചറാണ് പില്ലേ അല്ലെങ്കിൽ ഫിംബ്രിയെ. ഫ്ലജല എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണല്ലേ. അതിനോടൊപ്പം കുഞ്ഞ് സ്മോൾ ആയിട്ടുള്ള ഹോളോ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചേഴ്സ് ഇവരുടെ സർഫസിൽ കാണാറുണ്ട്. ബാക്ടീരിയയുടെ സർഫസിൽ ഇങ്ങനെ മുള്ളു പോലെ നിൽക്കും. അപ്പോൾ അത് മെയിനായിട്ടും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണ് കാണുന്നത്. ഓർക്കുക, ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണ് മെയിനായിട്ടും ഈ പില്ലായി അല്ലെങ്കിൽ ഫിംബ്രിയെ വരുന്നത്. അപ്പോൾ അതിനകത്ത് പ്രോട്ടീൻസ് കൊണ്ടാണ് ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്രോട്ടീൻസിനെ നമ്മൾ പിലിൻ എന്ന് വിളിക്കും കേട്ടോ. പിലിൻ പ്രോട്ടീൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇവർ അറ്റാച്ച് ചെയ്തിരിക്കാൻ, ഓരോ സർഫസിൽ അറ്റാച്ച് ചെയ്ത് ആങ്കർ ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ഈ പില്ലായി ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ചില പില്ലൈ, സെക്സ് പില്ലൈ എന്ന് പറയും, അവരും സ്പെഷ്യൽ കൈൻഡ് ഓഫ് പില്ലയാണ്. അവർ ബാക്ടീരിയൽ കോൺജുഗേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയലിൽ ഇൻവോൾവ് ചെയ്യുന്നവരാണ് ഈ സെക്സ് പില്ലൈ എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് ഓർത്തിച്ചോളൂ. സെക്സ് പില്ലൈ എന്ന് പറയുന്നത് എന്താണ്? കോൺജുഗേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന പില്ലൈനെയാണ് സെക്സ് പില്ലൈ എന്ന് പറയുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻ പില്ലൈനെ നമ്മൾ എഫ് പില്ലൈ എന്നും ഐ പില്ലൈ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഓർത്താൽ മതി, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇനി ഇവരുടെ ഫങ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നതാണ് ഞാൻ പറഞ്ഞ പോലെ അഥറൻസ്, അതായത് ഏതെങ്കിലും ഒരു സർഫസിലോ അല്ലെങ്കിൽ ഹോസ്റ്റ് സെല്ലിലോ അറ്റാച്ച് ചെയ്യാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പില്ലൈ ആണ്. പിന്നെ സെക്സ് പില്ലൈ ആണ് DNA ട്രാൻസ്ഫറിൽ, ബാക്ടീരിയൽ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ട്രാൻസ്ഫറിൽ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ബാക്ടീരിയൽ കോൺജുഗേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പില്ലൈ അടുത്ത സ്ട്രക്ചറാണ്. And they are short and they are exclusively found in gram-negative bacteria, and sex pili are responsible for the transfer of DNA during conjugation. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? അഥറൻസ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആങ്കറിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്യാപ്സ്യൂൾ. ഇനി നമ്മൾ സ്ട്രക്ചറിലോട്ട് പോകും. അപ്പോൾ പുറമേ കണ്ട ആൾക്കാരാണ് ഈ ഫിലമെൻറ്റ്, പിന്നെ അതിന് നമ്മൾ കണ്ടു, അതായത് നമ്മൾ ഫ്ലജല, പിന്നെ പിലായി കണ്ടു. ഇനി നമുക്ക് സ്ട്രക്ചറിലേക്ക് പോവാം. ഏറ്റവും ഔട്ടറായിട്ട് ചില മൈക്രോ ഓർഗാനിസം, അതായത് ബാക്ടീരിയയുടെ സർഫസിലായിട്ട് കാണുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. സോ ദേ ആർ വിസ്കസ് ഔട്ടർമോസ്റ്റ് ലെയർ സറൗണ്ടഡ് ദ സെൽ വോൾ. ഇതിപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ ആണെന്ന് വെച്ചോളൂ. അതിന് പുറമെ സെൽ വോൾ ഉണ്ട്. അതിന് പുറമെ കാണുന്ന ഒരു വിസ്കസ് ആയിട്ടുള്ള ഒരു കവറിങ് അല്ലെങ്കിൽ സറൗണ്ട് ചെയ്ത് കാണുന്ന ഒരു സ്ട്രക്ചറാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ്സ് ഓർ പോളിപെപ്റ്റൈഡ് ആൻഡ് വാട്ടർ. പോളിസാക്കറൈഡ്, പോളിപെപ്റ്റൈഡ് പ്ലസ് വാട്ടറും കൂടെ ചേരുന്നതാണ് ഈ ക്യാപ്സ്യൂളിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ പ്രസൻറ്റ് ഓൺലി ഇൻ സം സ്പീഷീസ് ഓഫ് ബാക്ടീരിയ. ചില ബാക്ടീരിയയിൽ മാത്രമാണ് ഈ ഔട്ടർ ലെയർ കാണുന്നത്. അതോർക്ക് എല്ലാത്തിനകത്തും ഈ ഔട്ടർ ലെയർ വരുന്നില്ല. ഇനി ചില മൈക്രോ ഓർഗാനിസത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ചില ബാക്ടീരിയയുടെ കാര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വിസ്കസ് ആയിട്ടിരിക്കുമെന്ന്, വാട്ടറും ഒക്കെ ചേർന്ന് വിസ്കസ് ആയിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അതിന് പകരം കുറച്ചും കൂടെ അമോർഫസ് അല്ലെങ്കിൽ പാരാക്രിസ്റ്റലൈൻ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ കാണാറുണ്ട്. ഈ ക്യാപ്സ്യൂൾ തന്നെയാണ് വരിക. സോ ക്യാപ്സ്യൂളിന് പകരം അവർക്ക് കുറച്ചും കൂടെ ക്യാപ്സ്യൂൾ കുറച്ച് വിസ്കസ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ എന്താണ്, ഒരു അമോർഫസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലൈം ലെയർ. എന്തെന്ന് വിളിക്കും? സ്ലൈം ലെയർ എന്ന് വിളിക്കും. ഓക്കെ, സോ ഇവർ രണ്ടുപേരും എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക? അഥറൻസിന് വേണ്ടിയാണ്, അതായത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അറ്റാച്ച്മെൻറ്റിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ക്യാപ്സ്യൂൾ ആൻഡ് സ്ലൈം ലെയർ. ഓക്കെ, അത് ക്യാപ്സ്യൂളും സ്ലൈം ലെയറും വരുന്നുണ്ട്. അതായത് ചില ബാക്ടീരിയയ്ക്ക് മാത്രം കാണുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് അവരുടെ സെൽ വോളിന് പുറമെ, അതായത് സെൽ വോളിന് പുറത്തായിട്ട് അവർ ഒരു കവറിങ്, ഒരു എക്സ്ട്രാ കവറിങ്ങും കൂടെ കാണും. സോ അതാണ് ഈ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സ്ലൈം ലെയർ എന്ന് പറയുന്നത്. ക്യാപ്സ്യൂളും ഉണ്ട്, സ്ലൈം ലെയറും വരുന്നുണ്ട്. സോ ഈ ക്യാപ്സ്യൂളിലായാലും സ്ലൈം ലെയറിലായാലും മെയിനായിട്ട് അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് പോളിസാക്കറൈഡ്സ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ്സ് വെച്ചിട്ടായിരിക്കും ഈ ക്യാപ്സ്യൂൾ ആൻഡ് സ്ലൈം ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദേ ആർ പ്രസൻറ്റ് ഇൻ സം ബാക്ടീരിയ. ചില ബാക്ടീരിയയിൽ മാത്രമാണ് ഈ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സ്ലൈം ലെയർ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്
വിസ്കസ് ആയിട്ടുള്ളതും കുറച്ച് അമോർഫസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഈ ക്യാപ്സ്യൂൾ ആൻഡ് സ്ലൈം ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വിസ്കസ് ആയിട്ടുള്ളതുമാണ്, അതേപോലെ കുറച്ച് അമോർഫസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കവറിങ്, ഒരു ഔട്ടർ കവറിങ് പോലാണ് ഇത് കാണുന്നത്. ക്യാപ്സ്യൂൾ ആൻഡ് സ്ലൈം ലെയർ അത് എല്ലാ ബാക്ടീരിയയിലും ഇല്ല, ചില ബാക്ടീരിയയിൽ മാത്രമാണ് കാണുക. ഇനി ഇവരുടെയും മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവരെ അറ്റാച്ച്മെന്റിൽ ഹെൽപ്പ് ചെയ്യുക, അദറൻസിൽ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ ഡെസിക്കേഷനെ പ്രിവെന്റ് ചെയ്യുക, പിന്നെ ഫാഗോസൈറ്റോസിസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അതിന് റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. പിന്നെ ഈ സ്ലൈം ലെയർ ആണ് പ്രോട്ടിയോളിറ്റിക് എൻസൈമിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് ദിസ് ക്യാപ്സ്യൂൾ ആൻഡ് സ്ലൈം ലെയർ. ഒന്ന് അദറൻസ്, പിന്നെ ഡെസിക്കേഷൻ പ്രിവെന്റ് ചെയ്യുക, ഫാഗോസൈറ്റോസിസ് നിന്ന് ഓവർകം ചെയ്യുക, പിന്നെ പ്രോട്ടിയോളിറ്റിക് എൻസൈംസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, സോ അതാണ്. അത് എല്ലാ ബാക്ടീരിയയിലും ഇല്ല, ചില ബാക്ടീരിയയിൽ മാത്രമാണ് ഈ ഔട്ടർ കവറിങ് കാണുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. അത് സെൽ വോൾ ആണ്. അപ്പം ഇൻ കേസ് ചില ബാക്ടീരിയയ്ക്ക് സെൽ വോൾ മാത്രമായിട്ടായിരിക്കും, ഔട്ടർ കവറിങ് ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പം സെൽ വോൾ വരികയാണെങ്കിൽ സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ വോളിൻ്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഇത് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓക്കെ, അതിന് നമ്മൾ സെൽ മെംബ്രെയിനെ കവർ ചെയ്തിട്ടാണ് ഈ സെൽ വോൾ കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇനി പെപ്റ്റിഡോഗ്ലൈക്കൻ നോക്കുകയാണെങ്കിൽ അതൊരു പോളിമർ ആണ്. അതിൻ്റെ കമ്പോണൻസ്, ആ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് എൻ അസിറ്റൈൽ മ്യൂറാമിക് ആസിഡും എൻ അസിറ്റൈൽ ഗ്ലൂക്കോസ് അമൈനും ആണ്. എൻ അസിറ്റൈൽ മ്യൂറാമിക് ആസിഡും എൻ അസിറ്റൈൽ ഗ്ലൂക്കോസ് അമൈനും കൂടെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത്, വിച്ച് ഇസ് എ പോളിസാക്രൈഡ് ആണ് കേട്ടോ, പോളിസാക്രൈഡ്. അപ്പം എൻ അസിറ്റൈൽ ഗ്ലൂക്കോസ് അമൈനും എൻ അസിറ്റൈൽ മ്യൂറാമിക് ആസിഡും കൂടെ ചേർന്നിട്ട് ഉണ്ടായിട്ടുള്ള സ്ട്രക്ചറാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ദ കോമ്പോസിഷൻ, അതായത് പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ ആ സെൽ വോളിൻ്റെ കമ്പോണൻസിൻ്റെ ബേസിസിൽ നമുക്ക് ബാക്ടീരിയനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. സോ gram positive and gram negative, based on their composition of cell wall or the structure of cell wall, bacteria can be classified in as gram negative and gram positive. അപ്പോൾ എന്താണ് ഗ്രാം പോസിറ്റീവ് എന്ന് വെച്ചാൽ, അവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഇല്ലേ, അത് ഭയങ്കര തിക്കായിരിക്കും. ഇതേപോലെ ഇവർക്ക് ഇത്രയും തിക്നെസ്സിലായിരിക്കും പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ ലെയർ വരുന്നത്. ഇത്രയും തിക്കായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആയിരിക്കും അവർക്ക് ഉള്ളത്. സോ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ having a cell wall of thick peptidoglycan, thick ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആയിരിക്കും കാണുക. ആൻഡ് അതിൽ സെവറൽ ലെയേഴ്സ് ആയിട്ടായിരിക്കും, അതായത് ഇതിനകത്ത് നമുക്ക് കാണാം അല്ലേ, കുറേ ലെയേഴ്സ് ആയിട്ടായിരിക്കും ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ കൂടെ തന്നെ ഇവർക്ക് അസിഡിക് ഷുഗേഴ്സും ഇതിൻ്റെ കൂടെ കാണും. ലൈക്ക് തീക്കോയിക് ആസിഡ് കാണും, തീക്രോണിക് ആസിഡ് കാണും, പിന്നെ ന്യൂട്രൽ ഷുഗേഴ്സ് ആയിട്ടുള്ള മന്നോസ്, അറബനോസ്, റാംനോസ്, ഗ്ലൂക്കോസ് അമൈൻസ് ഒക്കെ ഇവർക്ക് കാണും. ഓക്കെ, സോ ഓർക്കേണ്ട ഒരു കാര്യം, പെപ്റ്റിഡോഗ്ലൈക്കൻ നല്ല തിക്കായിട്ടായിരിക്കും. ആൻഡ് ദേ കൺസിസ്റ്റ് ഓഫ് ആൻ എക്സ്ട്രാ ഷുഗർ, ആസിഡിക് ഷുഗർ, ദാറ്റ് ഇസ് തീക്കോയിക് ആസിഡ്. ആ ഒരു പോയിന്റും ഓർക്കുക. അത്രയാണ് ഗ്രാം പോസിറ്റീവിനെ പറ്റി പറയാനുള്ളത്. ഗ്രാം നെഗറ്റീവ് സെൽ വോളിന് തിന്നായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആയിരിക്കും. ഈ നീല കണ്ടില്ലേ, ഇത് മാത്രമാണ് ഇവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം വേറെ സ്ട്രക്ചേഴ്സ് ആണ് അവർക്ക് വരിക. അപ്പോൾ ഇവിടെ ഇത്രയും പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും പോർഷൻ മാത്രമാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ വരുന്നത്. സോ ദേ ആർ ഹാവിങ് എ തിൻ പെപ്റ്റിഡോഗ്ലൈക്കൻ, തിൻ ലെയർ ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് അവർക്ക് വരിക. പക്ഷേ ഇത് കമ്പയറിങ് ടു നോക്കിക്കേ, നിങ്ങളൊന്ന് നോക്കിക്കേ, ഇത് പോസിറ്റീവിൻ്റെ സ്ട്രക്ചർ, ഇത് നെഗറ്റീവിൻ്റെ സ്ട്രക്ചർ. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണല്ലേ നെഗറ്റീവിന്. കണ്ടോ, പോസിറ്റീവിനാണെങ്കിൽ ആകെ ആ പെപ്റ്റിഡോഗ്ലൈക്കൻ പിന്നെ പ്ലാസ്മ മെമ്പറൈനെ വരുന്നുള്ളൂ. വെറാസ് ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവിനകത്ത് ആ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട്, പ്ലാസ്മ മെമ്പറൈൻ ഇവിടെ ഉണ്ട്, അതിന് പുറമെ കുറേ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് മോർ കോംപ്ലക്സ് ദാൻ ഗ്രാം പോസിറ്റീവ്. കാരണം ഇതിനകത്ത് ലിപ്പോ പ്രോട്ടീൻസ് വരും, ലിപ്പോ പോളിസാക്രൈഡ്സ് വരും, അങ്ങനെ കുറച്ച് ഔട്ടർ ലെയറും കൂടെ, ഔട്ടർ മെംബ്രെയിനും കൂടെ ആർക്ക് വരും? ഗ്രാം നെഗറ്റീവിന് വരും. അപ്പോൾ ഓർക്കുക, ഗ്രാം പോസിറ്റീവിന് പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോളും സെൽ മെംബ്രെയിനെ വരുന്നുള്ളെങ്കിൽ ഗ്രാം നെഗറ്റീവിന് നോക്കിയേ പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോളും മെംബ്രെയിനും അതിന് പുറത്ത് ഒരു ഔട്ടർ മെംബ്രെയിനും കാണും.
കണ്ടോ, ഒരു ഔട്ടർ മെംബ്രെയിനും കൂടെ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഗ്രാം നെഗറ്റീവിൻ്റെ സെൽ വോള് വരിക, അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചറിൽ വരിക. സോ ഇറ്റ് കണ്ടെയ്ൻസ് ലിപ്പോപ്രോട്ടീൻ, ലിപ്പോപോളിസാക്കറൈഡ് ആൻഡ് ആൻ ഔട്ടർ മെംബ്രെയിൻ ഇൻ അഡീഷണൽ ടു പെപ്റ്റിഡോഗ്ലൈക്കൻ. ആൻഡ് ഈ ലിപ്പോപ്രോട്ടീൻ ലെയർ എന്ന് പറയുന്നത് ബ്രോൺസ് ലിപ്പോപ്രോട്ടീൻ കൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ലിപ്പോപ്രോട്ടീൻ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് സ്ട്രക്ചറൽ ഡിഫറൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. ഇതിന് എക്സ്ട്രാ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അതൊന്നും നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട. ജസ്റ്റ് ഇത്രയും ഓർത്താൽ മതി. ഇവർക്ക് തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കനും ഇവിടെ ഒരു തിൻ പെപ്റ്റിഡോഗ്ലൈക്കനും ആയിരിക്കും. ആൻഡ് ഗ്രാം സ്റ്റെയിനിങ് നടത്തുന്ന സമയത്ത് ഗ്രാം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ദേ ഷോസ് എ പർപ്പിൾ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ ആയിരിക്കും അവർ സ്റ്റെയിൻഡ് ആവുക. ബട്ട് ഗ്രാം നെഗറ്റീവ് ഒരു റെഡ് അല്ലെങ്കിൽ പിങ്ക് ഷെയ്ഡിലായിരിക്കും അവർ സ്റ്റെയിൻഡ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് അടുത്തൊരു ടൈപ്പാണ് സെൽ വോൾ ഓഫ് ആസിഡ് ഫാസ്റ്റ് ബാസിലൈ. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ് അല്ലാതെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിനിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കണ്ടെയ്ൻ മൈക്കോളിക് ആസിഡ്. അവർക്ക് എന്തും കൂടെ കാണും? മൈക്കോളിക് ആസിഡും കൂടെ അവർക്ക് കാണും. എന്ത് കാണും? മൈക്കോളിക് ആസിഡ്. ലാർജ് നമ്പർ ഓഫ് മൈക്കോളിക് ആസിഡ് ആയിരിക്കും അവർക്ക് വരുന്നത്. അപ്പോൾ അതാണ് അവരുടെ പ്രത്യേകത. ഓക്കെ, അപ്പം ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് വഴി നമുക്ക് കിട്ടുന്നതാണ് ഇവരുടേത്. ഇനി സെൽ വോൾ ഇല്ലാത്ത ബാക്ടീരിയ ഉണ്ട്. സെൽ വോൾ ബാക്ടീരിയ വിത്തൗട്ട് സെൽ വോൾ. അത് ഓർത്ത് വെച്ചേക്കാം, മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയ്ക്ക് എന്തുണ്ടാവില്ല? സെൽ വോള് ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫിക്സഡ് ഷേപ്പ് കാണിക്കാറില്ല. അപ്പം ബാക്ടീരിയ വിത്തൗട്ട് സെൽ വോളിൽ വരുന്നതാണ് മൈക്കോപ്ലാസ്മ. അപ്പം അത്രയാണ് സെൽ വോളിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. അപ്പം അത് സെൽ വോളിന് ഇന്നറായിട്ടായിരിക്കും പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ വരുന്നത്. ആൻഡ് അതിൻ്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് അവർ കാണിക്കുക. അതായത് ലിപ്പിഡും ഫോസ്ഫോലിപ്പിഡും അതിനോടൊപ്പം കുറച്ച് പ്രോട്ടീൻസും ഒക്കെ അവർക്ക് കാണും. അതായത് ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ 2 ലെയർ ആയിട്ടും അതിനെ എംബഡ് ചെയ്ത് കുറച്ച് പ്രോട്ടീൻസും ഒക്കെ ആയിട്ടായിരിക്കും അവരുടെ സെൽ മെംബ്രെയിൻ വരുന്നത്. ആൻഡ് അവർ സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിരിക്കും. ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. അവരാണ് ഈ ഇൻഫ്ലോ, അകത്തേക്കും പുറത്തേക്കും അല്ല, ന്യൂട്രിയൻസിൻ്റെയും അയോൺസിൻ്റെയും മെറ്റബോളൈറ്റ്സിൻ്റെയും ഒക്കെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഈ സെൽ മെംബ്രെയിനിൽ വെച്ചിട്ടാണ് ബാക്ടീരിയയുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും ഒക്കെ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ ആ സെൽ കണ്ടന്റിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ദേ ആർ കളർലെസ് കൊളോയിഡൽ വിസ്കസ് ഫ്ലൂയിഡ് വിത്ത് സസ്പെൻഡഡ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സൊല്യൂട്ട്സ്. അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ എൻക്ലോസ് ചെയ്ത് അതിനുള്ളിലായിട്ടുള്ള സെൽ കണ്ടന്റ് ആണ് സൈറ്റോപ്ലാസം. അപ്പം അതിനകത്ത് ഒരു കളർലെസ് ആയിട്ടുള്ള കൊളോയിഡൽ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. അതിനകത്താണ് ബാക്കി ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സൊല്യൂട്ട്സ് ഒക്കെ കിടക്കുന്നത്. ഓക്കെ, ആൻഡ് യൂക്കാരിയോട്ടിനെ പോലെ ഇവരുടെ സൈറ്റോപ്ലാസത്തിൽ എന്ത് കാണില്ല? സെൽ ഓർഗനൽസ് ഉണ്ടാവില്ല. ബട്ട് ദേ ഹാവ് റൈബോസോംസ്, മീസോസോംസ്, ഇൻക്ലൂഷൻ ബോഡി, ന്യൂക്ലിക് ആസിഡ്. അപ്പം ഈ റൈബോസോമും ഇൻക്ലൂഷൻ ബോഡിയും മീസോസോംസും അതേപോലെ ന്യൂക്ലിക് ആസിഡ്, അതായത് ജനറ്റിക് മെറ്റീരിയലും എല്ലാം ഈ സൈറ്റോപ്ലാസത്തിൽ തന്നെ ആയിരിക്കും അവർക്ക് കിടക്കുന്നത്. ഓക്കെ, സൈറ്റോപ്ലാസത്തിൽ തന്നെ അങ്ങ് കിടക്കുമായിരിക്കും ചെയ്യുക. ഓക്കെ, ഇനി ഇതിൽ വരുന്നതാണ് റൈബോസോം. റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ സിന്തസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് റൈബോസോം. ഓക്കെ, സോ റൈബോസോം ദേ ഹാവ് മെയിൻ റോൾ ഇൻ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ സിന്തസിസിലും അതുപോലെ എൻസൈംസിൻ്റെ സിന്തസിസിലും എല്ലാം ഇമ്പോർട്ടൻ്റ് റോൾ ആയിട്ടുള്ളവരാണ് റൈബോസോം എന്ന് പറയുന്നത്. ഇനി ഓർക്കുക, ബാക്ടീരിയയുടെ റൈബോസോം 70 years ആണ്. പ്രോകാരിയോട്ടിൻ്റെ എല്ലാം 70 years ആണ്. പ്രോകാരിയോട്ടിൻ്റെ എല്ലാം 70 years ആണ്. അതിൽ 2 സബ് യൂണിറ്റ്സ് കാണും. ഒരു 50 years സബ് യൂണിറ്റും ഒരു 30 years സബ് യൂണിറ്റും. ഒരു ലാർജും ഒരു സ്മോൾ സബ് യൂണിറ്റും ഈ റൈബോസോമിൽ കാണും. അപ്പോൾ 70 years ആണ് പ്രോകാരിയോട്ടിക് റൈബോസോം വരുന്നത്. ആൻഡ് അതിലെ 2 സബ് യൂണിറ്റ് ആണ് 50 years ആൻഡ് 30 years. ആൻഡ് അവരുടെ റോള് പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ എൻസൈം സിന്തസിസിലൊക്കെയാണ് വരിക. ആൻഡ് ദേ ആർ ടാർഗറ്റ് സൈറ്റ് ഫോർ ഡിഫറെൻറ്റ് ആൻറ്റിബയോട്ടിക്സ് ലൈക്ക് എർത്രോമൈസിൻ, മാക്രോലിഡ്സ്, അമിനോഗ്ലൈക്കോസിഡ്സ് ഒക്കെ ഈ റൈബോസോമിൽ വന്നിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവരെയാണ് അത് നശിപ്പിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. ആൻഡ് എർത്രോമൈസിൻ, മാർക്കോലിഡ്സ്, അതേപോലെ അമിനോഗ്ലൈക്കോസിഡ്സ് ഒക്കെ റൈബോസോമിലാണ് വന്ന് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മീസോസോംസ്. നമ്മൾ പറഞ്ഞ ഒരു എക്സ്ട്രാ സ്ട്രക്ചർ അതിനകത്ത് കാണും, അതാണ് മീസോസോം. മീസോസോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് സെൽ വോൾ, ഇതിനുള്ളിൽ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരും. സോ അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ മീസോസോംസ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ മീസോസോംസ് എന്ന് പറയുന്നത് ആ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു ഇൻവാജിനേഷൻ ആണ്, ഉള്ളിലേക്കുള്ള ഒരു പ്രൊജക്ഷനാണ് മീസോസോംസ് എന്ന് പറയുന്നത്. ദേ ആർ വെസിക്കുലാർ ഓർ ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവർ മെയിനായിട്ടും നമ്മൾ മൈറ്റോകോൺട്രിയയിൽ കാണില്ലേ, ആ ക്രിസ്റ്റേ, അതേപോലാണ്
ഇവർ നമ്മളെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു ഉള്ളിലേക്കുള്ള ഒരു ഇൻവാജിനേഷനാണ്. ആൻഡ് അവിടെ മൈറ്റോകോൺട്രിയൽ എന്താണ്, നമ്മൾ റെസ്പിറേഷൻ നടത്തുന്ന പോലെ ഇവിടെ ഈ മീസോസോമിൽ വെച്ചിട്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. സോ ദേ റെപ്രസെന്റ് ദ യൂക്കാരിയോട്ടിക് മൈറ്റോകോൺട്രിയ ഇൻ ഫംഗ്ഷൻ ആൻഡ് ആർ സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് ബാക്ടീരിയൽ റെസ്പിറേഷൻ എൻസൈം. അപ്പം നമ്മൾ മൈറ്റോകോൺട്രിയ പോലെ ഇവിടെ പ്ലാസ്മ മെമ്പറിൻ്റെ ഒരു ഇൻവാജിനേഷനാണ് നമ്മൾ റെസ്പിറേഷൻ നടത്തുന്നത് ബാക്ടീരിയയുടെ. അപ്പം മീസോസോം മെയിനായിട്ടും റെസ്പിറേറ്ററി എൻസൈംസ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുവഴി സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. അത് മെയിനായിട്ടും ഇതിനകത്തുള്ള ഇങ്ങനെ വെസിക്കിൾസ് പോലെ കിടക്കും. അവർ സ്റ്റോറേജ് ഫംഗ്ഷനാണ് അവർക്ക് ഉള്ളത്. 2 ടൈപ്പ് ഇൻക്ലൂഷൻ ബോഡിയാണ് ഉള്ളത്, ഓർഗാനിക് ഇൻക്ലൂഷൻ ബോഡിയും ഇനോർഗാനിക്കും. ഓർഗാനിക് ആകുമ്പം ഓർഗാനിക് സബ്സ്റ്റൻസിനെ ആയിരിക്കും അവരെന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ലൈക്ക് ഗ്ലൈക്കോജൻ, പോളിഹൈഡ്രോക്സി ബ്യൂട്രേറ്റ് ഒക്കെ ആയിരിക്കും അതിനകത്ത് സ്റ്റോർ ചെയ്യുക. വേറെ ഇനോർഗാനിക്കിൽ എന്തായിരിക്കും, പോളിഫോസ്ഫേറ്റ് അല്ലെങ്കിൽ സൾഫർ ഗ്രാനുൾസ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇൻക്ലൂഷൻ ബോഡിയിൽ വരുന്നത്. അപ്പോൾ സ്ട്രക്ചേഴ്സ് എല്ലാം ക്ലിയർ ആണല്ലോ. ഇനി അത് കഴിഞ്ഞ് വരുന്നതാണ് ബാക്ടീരിയൽ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയസ് എന്ന് എടുത്ത് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ടേംഡ് ആസ് ന്യൂക്ലിയോയിഡ്. എന്തെന്നാ പറയാ, ന്യൂക്ലിയോയിഡ് എന്നാണ് പറയാ. നേക്കഡായിട്ട് നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യും, സൈറ്റോപ്ലാസത്തിൽ കിടക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് സെൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും കവർ ചെയ്തിട്ടില്ല, ന്യൂക്ലിയോലസ് ഇല്ല, ന്യൂക്ലിയോപ്ലാസം ഒന്നുമില്ല. ജസ്റ്റ് ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNA അവരുടെ ആ സൈറ്റോപ്ലാസത്തിൽ കിടക്കും. So it is represented by a double stranded DNA molecule either in a closed circular form or in a coiled form. അപ്പോൾ അതിൽ പ്ലാസ്മിഡ് ഓർത്ത് വെച്ചേക്കുക, ഇറ്റ് ഈസ് എൻ എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ഇൻ സം ബാക്ടീരിയ. ചില ബാക്ടീരിയയിൽ മാത്രമാണ് അത് വരുന്നത്. അപ്പോൾ അത്രയാണ് സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയയിൽ വരിക. നെക്സ്റ്റ് വൺ ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ബേസ് ചെയ്തിട്ട് ബാക്ടീരിയനെ നമുക്ക് എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്ന് നോക്കാം. So in the year 1872, scientists Kohn classified bacteria to 4 major type. 4 ടൈപ്പ് ആയിട്ടാണ് based on their shape അത് ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് കോക്കൈ. കോക്കൈ എന്ന് പറയുമ്പോൾ റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ. റൗണ്ട് അല്ലെങ്കിൽ സ്പെറിക്കൽ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പിൽ വരുന്നതാണ് കോക്കൈ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സിംഗിൾ സെല്ലായിട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ഒന്നിച്ച് ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടോ ഒക്കെ ആയിരിക്കും ഈ ഓർഗാനിസം അല്ലെങ്കിൽ ഈ ഷേപ്പിലുള്ള ഓർഗാനിസം കാണുന്നത്. അപ്പോൾ അതിലെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. മോണോകോക്കയുണ്ട്. മോണോകോക്കൈ എന്ന് പറയുമ്പോൾ ദേ ഓൺലി ഹാവ് എ സിംഗിൾ കോക്കൈ. ഒറ്റ ഒരു സിംഗിൾ സെല്ല് മാത്രം അവർക്ക് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഒരു സിംഗിൾ സെല്ല് മാത്രമായിരിക്കും അവർക്ക് കാണുക. മൈക്രോകോക്കസ് ലൂട്ടിയസ് അതിനൊരു എക്സാമ്പിളാണ്. ഡിപ്ലോകോക്കയുണ്ട്. അതായത് 2 സെല്ല് ഇങ്ങനെ ചേർന്നിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഡിപ്ലോകോക്കൈ. 2 സ്പെറിക്കൽ ബാക്ടീരിയ ഒന്നിച്ച് ചേർന്നായിരിക്കും വരിക. നീസീരിയ സ്പീഷീസ്, ഡിപ്ലോകോക്കസ് ന്യൂമോണിയയൊക്കെ അതിന് എക്സാമ്പിളാണ്. സ്ട്രെപ്റ്റോകോക്കൈ. സ്ട്രെപ്റ്റോകോക്കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു ലൈൻ പോലെ അങ്ങ് അറേഞ്ച് ചെയ്യും. ഓക്കെ, സോ ഇതിനെയാണ് സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ചെയിൻ ഓഫ് സെൽസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സ്ട്രെപ്റ്റോകോക്കസ് പയോജിൻസ് അതിനൊരു എക്സാമ്പിളാണ്. ഇനി സ്റ്റഫൈലോകോക്കസ് ഉണ്ട്. സ്റ്റഫൈലോകോക്കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്തിരിയുടെ കൊലയില്ലേ, മുന്തിരിയുടെ കൊല തൂങ്ങി കിടക്കുന്ന പോലെ ഇങ്ങനെ അഗ്രഗേറ്റ് ചെയ്ത് കിടക്കും. സോ അതിനെയാണ് സ്റ്റഫൈലോകോക്കൈ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഇനി ടെട്രാഡ് ഉണ്ട്. ടെട്രാഡ് അതായത് 4 എണ്ണമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 4 എണ്ണമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതാണ് ടെട്രാഡ് എന്ന് പറയുന്നത്. പെഡിയോകോക്കസ് അതിന് എക്സാമ്പിളാണ്. ഇനി സർസിനെ ഉണ്ട്. സർസിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ നമ്മൾ പുറമേ കാണുന്നത് പോലെ അപ്പുറത്തോട്ട് ഒരു ക്യൂബിന്റെ ഷേപ്പിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 8 സെൽസ് വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതാണ് സർസിനെ എന്ന് പറയുന്നത്. സർസിന സ്പീഷീസ്, ക്ലോസ്ട്രീഡിയം മാക്സിമം ഒക്കെ അതിന് എക്സാമ്പിളാണ്. സോ ഇതാണ് കോക്കയിൽ വരുന്നത്. കോക്കയിൽ മോണോകോക്കൈ ഉണ്ട്, ഡിപ്ലോകോക്കൈ, സ്ട്രെപ്റ്റോകോക്കൈ, സ്റ്റഫൈലോകോക്കൈ, ടെട്രാഡ് ആൻഡ് സർസിനെ. അപ്പോൾ മോണോകോക്കൈ സിംഗിൾ കോക്കസ് ആയിരിക്കും. മൈക്രോകോക്കസ് ലൂട്ടിയസ് എക്സാമ്പിൾ. ഡിപ്ലോകോക്കൈ 2 സ്പെറിക്കൽ ബാക്ടീരിയ ഒന്നിച്ചതായിരിക്കും. നീസീരിയ, ലിപ്ലോകോക്കൈ ന്യൂമോണിയ അതിന് എക്സാമ്പിളാണ്. സ്ട്രെപ്റ്റോകോക്കൈ ഒരു ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സ്ട്രെപ്റ്റോകോക്കസ് പയോജിൻസ്. സ്റ്റഫൈലോകോക്കൈ എന്ന് പറയുമ്പോൾ ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്പ് പോലെ കിടക്കും. സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ടെട്രാഡ് 4 എണ്ണം വരും. പെഡിയോകോക്കസ്. സർസിനെ 8 എണ്ണം വരും. ക്ലോസ്ട്രീഡിയം മാക്സിമസ്. ഓക്കെ, സോ ഇതാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കോക്കൈ. ഇനി അടുത്തയാണ് ബാസിലൈ. ബാസിലൈ എന്ന് പറയുന്നത് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയനെയാണ് നമ്മൾ ബാസിലൈ എന്ന് പറയുന്നത്. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ബാസിലസ് സീരിയസ്.
അപ്പോൾ അതിലും ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബാസിലസ് അല്ലെങ്കിൽ മോണോ ബാസിലസ് എന്ന് പറയുന്നത്. സിംപ്ലി ബാസിലൈ അല്ലെങ്കിൽ ബാസിലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സിംഗിൾ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ മാത്രമേ കാണൂ. ഇതൊക്കെ കണ്ടില്ലേ, ഓരോരെണ്ണം മാത്രമായിട്ട് കിടക്കും. ബാസിലസ് സീരിയസ് അതിന് എക്സാമ്പിളാണ്. ഇനി ഡിപ്ലോ ബാസിലൈ ഉണ്ട്, അതായത് എന്തായിരിക്കും, 2 റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ഒന്നിച്ചിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. സോ അതാണ് ഡിപ്ലോ ബാസിലൈ. ബാസിലസ് ലൈക്കിനിഫോമസ് അതിന് എക്സാമ്പിളാണ്. ഇനി സ്ട്രെപ്റ്റോബാസിലൈ ഉണ്ട്. അപ്പോൾ അതെന്തായിരിക്കും, ഒരു റോഡ് ഷേപ്പ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു ലൈനായിട്ട് തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും അല്ലേ. സോ അതിനെയാണ് സ്ട്രെപ്റ്റോബാസിലൈ എന്ന് പറയുന്നത്. സ്ട്രെപ്റ്റോബാസിലസ് മോണോലിഫോം ആണ് അതിന് എക്സാമ്പിൾ. ഇനി പാലിസൈഡ് ഉണ്ട്, അതായത് നമ്മൾ വേലി അറേഞ്ച് ചെയ്യില്ലേ, ഫെൻസ്, അതായത് വേലി അറേഞ്ച് ചെയ്ത പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും. സോ അതാണ് പാലിസൈഡ് എന്ന് പറയുന്നത്. കൊർണി ബാക്ടീരിയം ഡിഫ്തീരിയ അതിന് എക്സാമ്പിളാണ്. ഇനി കോക്കോ ബാസിലൈ ഉണ്ട്, അതായത് നോക്കിക്കേ, അത് റോഡ് ഷേപ്ഡ് ആണെങ്കിലും അതിൻ്റെ എൻഡ് എന്ത് പറ്റും, ഇങ്ങനെ കുറച്ചൊന്ന് റൗണ്ടഡ് ആയിട്ടായിരിക്കും അതിൻ്റെ എൻഡ് വരുന്നത്. സോ അതിനാണ് കോക്കോ ബാസിലൈ എന്ന് പറയുന്നത്. ക്ലമൈഡിയ സ്പീഷീസ് അതിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാസിലൈ. ബാസിലസ് അല്ലെങ്കിൽ മോണോ ബാസിലസ്, ഡിപ്ലോ ബാസിലൈ, സ്ട്രെപ്റ്റോ ബാസിലൈ, പാലിസൈഡ് ആൻഡ് കോക്കോ ബാസിലൈ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തേതാണ് സ്പൈറൽ. സ്പൈറൽ എന്ന് പറയുമ്പോൾ ഹെലിക്കൽ ഷേപ്പിലായിരിക്കും, അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ടായിരിക്കും, ഇങ്ങനെയൊക്കെ ഉള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും അവർ കാണിക്കുക. സ്പൈറല സ്പീഷീസ് ഒക്കെ സ്പൈറലിൽ വരുന്നതാണ്. ഇനി നാലാമത്തെയാണ് വിബ്രിയോ. വിബ്രിയോ ആണ് കേർവ്ഡ് ആയിട്ട് കോമ ഷേപ്പിൽ വരുന്നതാണ് വിബ്രിയോ. ആൻഡ് കേർവ്ഡ് കോമ ഷേപ്പിൽ വരുന്നത് വിബ്രിയോ, ആൻഡ് അത് വിബ്രിയോ കോളറയാണ് അതിന് എക്സാമ്പിൾ. അപ്പോൾ ഈ സ്പൈറലിനുള്ളിൽ തന്നെയാണ് ചിലപ്പോൾ നമ്മൾ വിബ്രിയോനെ ഇൻക്ലൂഡ് ചെയ്യാറ്. സ്പൈറലിൽ തന്നെ നമുക്ക് വിബ്രിയോനെ ഇൻക്ലൂഡ് ചെയ്യാം, കേർവ്ഡ് ആയിട്ടുള്ളത്. അതായത് സ്പൈറലും ഉണ്ട്, സ്പൈറലും ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെലിക്കൽ ഷേപ്പിൽ. ഇനി കുറച്ചുകൂടെ ട്വിസ്റ്റഡ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ സ്പൈറോകീറ്റ്സ് എന്ന് പറയുന്നത്. ട്വിസ്റ്റഡ് ആയിട്ട് വരുമ്പോഴാണ് സ്പൈറോകീറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓർത്ത് വെച്ചിക്കൂ. വിബ്രിയോന് എക്സാമ്പിളാണ് വിബ്രിയോ കോളറെ, സ്പൈറലത്തിന് എക്സാമ്പിളാണ് സ്പൈറലം വോളുൻറ്റൻസ്, സ്പൈറോകീറ്റ്സിന് എക്സാമ്പിളാണ് ട്രെപ്പനോമ പല്ലിഡം. ഓക്കെ, ഈ 3 എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഷേപ്പ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിന് പുറമെ വേറെ ടൈപ്പ് കാണാറുണ്ട്, അതാണ് ആക്ടിനോമൈസിറ്റ്സ്. അതായത് ഫിലമെന്റസ് ആയിട്ട് ബാക്ടീരിയ, ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഫിലമെന്റ് പോലത്തെ ബാക്ടീരിയ ഉണ്ട്, അതിനെയാണ് നമ്മൾ ആക്ടിനോമൈസിറ്റ്സ് എന്ന് വിളിക്കുക. ഇനി സെൽ വോൾ ഇല്ലാത്ത ബാക്ടീരിയ ആണ് എന്ത്, മൈക്കോപ്ലാസ്മ. അപ്പോൾ അവർക്കൊരു ഡെഫിനിറ്റ് ഷേപ്പ് അവർക്ക് കാണില്ല. ഓക്കെ, അപ്പോൾ അവർ യൂഷ്വലി ഒന്നെങ്കിൽ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഓറൽ ബോഡീസ് ആയിട്ടായിരിക്കും അവർ കാണുക. സോ അതാണ് മൈക്കോപ്ലാസ്മ. അപ്പോൾ ഇത്രയാണ് ഷേപ്പ് ആൻഡ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ ഈസ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അവരുടെ ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ മെയിൻ ആയിട്ടും ജനറൽ ആയിട്ട് അതിനെ ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക് എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക. ഓട്ടോട്രോഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫുഡിനെ സ്വയം സിന്തസൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ദോസ് ബാക്ടീരിയ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, അതിനെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. അതിനെ ഫർദർ നമുക്ക് 2 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, എങ്ങനെയാണ് അവർ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ. ഒന്നാണ് ഫോട്ടോ ഓട്ടോട്രോഫ്സ്, അതായത് സൺലൈറ്റിൽ നിന്ന് എനർജി എടുക്കുന്നവരെയാണ് ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് പറയുക. സോ ദേ സിന്തസൈസ് അല്ലെങ്കിൽ യൂട്ടിലൈസ് ലൈറ്റ് എനർജി. സൺലൈറ്റിൻ്റെ എനർജി ആയിരിക്കും അവർ ആ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് തന്നെ ഫർദർ അവരുടെ ഇലക്ട്രോൺ സോഴ്സ് അനുസരിച്ച്, എനർജി മാത്രം പോലെ ഇലക്ട്രോണും കൂടെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. സോ ആ ഇലക്ട്രോൺ ഡോണേഴ്സ് അനുസരിച്ച് ഈ ഫോട്ടോ ഓട്ടോട്രോഫ്സ് തന്നെ 2 തരത്തിലുണ്ട്. ഫോട്ടോ ലിതോട്രോഫിക് ഓട്ടോട്രോഫ്സ് ഉണ്ട്. ഫോട്ടോ ലിതോട്രോഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സൺലൈറ്റിൽ നിന്ന് എനർജി യൂസ് ചെയ്യും, എന്നിട്ട് ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് പോലത്തെ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും എടുക്കുക. ഇലക്ട്രോണിനെ എടുക്കുന്നത് ഇങ്ങനത്തെ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്നായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഫോട്ടോ ലിതോട്രോഫിക് ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുക. അപ്പം അതേപോലെ ഫോട്ടോ ഓർഗാനോട്രോഫിക് ഓട്ടോട്രോഫ്സ് ഉണ്ട്. ഫോട്ടോ ഓർഗാനോട്രോഫിക് ഓട്ടോട്രോഫ്സ് ഉണ്ട്. ഫോട്ടോ ഓർഗാനോട്രോഫിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്നായിരിക്കും അവർ ഇലക്ട്രോൺ എടുക്കുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫ്സ് ഉണ്ട്, ഓട്ടോട്രോഫ്സ്. ഓക്കെ, ഓട്ടോട്രോഫ്സിൽ തന്നെ നമ്മൾ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഏതാണ്? ഫോട്ടോ ഓട്ടോട്രോഫ്സും കീമോ ഓട്ടോട്രോഫ്സും ഉണ്ട്. ഫോട്ടോ ആൻഡ് കീമോ. സോ ഹിയർ സൺലൈറ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത് ഫോർ എനർജി. ഇവിടെ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ വഴിയായിരിക്കും എന്ത് ചെയ്യുക, അവർ എനർജി എടുക്കുന്നത്. ഓക്കെ, ഇനി ഫോട്ടോ ഓട്ടോട്രോഫ്സ് തന്നെ 2 തരമുണ്ട്. ഫോട്ടോ ലിതോ ഓട്ടോട്രോഫ്സും ഫോട്ടോ ഓർഗാനോ ഓട്ടോട്രോഫ്സും.
ഓക്കെ, ഫോട്ടോ ലിതോ എന്ന് പറയുമ്പം അവർ സൺലൈറ്റ് വെച്ച് എനർജി യൂസ് ചെയ്യും. ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് പോലത്തെ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. വെറസ് ഇൻ ദ കേസ് ഓഫ് ഓർഗാനോ അവിടെ സൺലൈറ്റ് യൂസ് ചെയ്യും, അതിനോടൊപ്പം ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് അവർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും എടുക്കുക. ലൈക്ക് സക്സിനേറ്റിൽ നിന്നായിരിക്കും ഇലക്ട്രോൺ കിട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഓട്ടോട്രോഫ്സിൽ 2 തരം, ഫോട്ടോ ഓട്ടോട്രോഫ്സും കീമോ ഓട്ടോട്രോഫ്സും. ഫോട്ടോ ഓട്ടോട്രോഫ്സ് തന്നെ ഫോട്ടോ ലിതോയും ഫോട്ടോ ഓർഗാനോയും. ഫോട്ടോ ലിതോ എന്ന് പറയുമ്പം സൺലൈറ്റ് യൂസ് ചെയ്ത് ബട്ട് ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ഇനോർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും. ഇവിടെ സൺലൈറ്റ് യൂസ് ചെയ്യും, ഇലക്ട്രോൺ സോഴ്സ് ആയിട്ട് ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും. ഇനി കീമോ എന്ന് പറയുമ്പം ദേ യൂട്ടിലൈസ് കെമിക്കൽ എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ആ ഫുഡിനെ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അസിമിലേറ്റ് ചെയ്യുന്നത്. അതാണ് കീമോ ഓട്ടോട്രോഫ്സ്. ഇനി രണ്ടാമത്തെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നത്. ഹെറ്ററോട്രോഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദേ ആർ ബാക്ടീരിയ ദാറ്റ് ഡിറൈവ് എനർജി ബൈ കൺസ്യൂമിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ബട്ട് ദേ ഡു നോട്ട് കൺവേർട്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് ടു ഇൻഓർഗാനിക്. സോ ദേ കാൺട്ട് സിന്തസൈസ് ദ ഫുഡ്. അപ്പോൾ അത് തന്നെ പാരസൈറ്റിക് ഉണ്ട്, സിംബയോട്ടിക് ടൈപ്പും വരുന്നുണ്ട്. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ഡീകേ മാറ്റേഴ്സിൽ നിന്ന്, അതായത് ഓർഗാനിക് മാറ്റേഴ്സിനെ ഡീകമ്പോസ് ചെയ്തിട്ട് അതിൽ നിന്ന് എനർജി അവർ എടുക്കുകയാണ്. സോ അങ്ങനെ വരുവാണെങ്കിൽ അതിനെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുക. സോ ദേ ആർ ബാക്ടീരിയ ദാറ്റ് ഡീകമ്പോസ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻടു ഇൻഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഡിറൈവ് എനർജി. അപ്പോൾ ഡീകമ്പോസേഴ്സ് ആണ് മെയിനായിട്ടും വരുന്നത് ഈ സാപ്രോഫൈറ്റ്സിൻ്റെ അണ്ടറിൽ. അതേപോലെ ദേ ഫീഡ് ഓൺ ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ സാപ്രോഫൈറ്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ, നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് സാപ്രോഫൈറ്റ്സ് എന്താണെന്നുള്ളത്. ഡെഡ് ഡീകേ മാറ്റേഴ്സിൽ നിന്ന് എനർജി യൂസ് ചെയ്യുന്നവരാണ് സാപ്രോഫൈറ്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ, അവർ സർവൈവ് ചെയ്യുന്ന ടെമ്പറേച്ചറിൻ്റെ ബേസിസിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചറിൻ്റെ ബേസിസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അവർ സർവൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒപ്റ്റിമം ടെമ്പറേച്ചറിൻ്റെ ബേസിസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്, ടെമ്പറേച്ചർ. സോ ഫസ്റ്റ് വൺ സൈക്രോഫൈൽസ്. സൈക്രോഫൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്ന, അതായത് 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിലും ലോ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ആണ് സൈക്രോഫൈൽസ്. ബട്ട് അവരുടെ ഒപ്റ്റിമം, അതായത് അവരുടെ ആക്ച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാക്സിമം ആയിട്ട് അവർക്ക് കാണിക്കാൻ പറ്റുന്നത് 20 വരാണ്. 20 ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സർവൈവ് ചെയ്യില്ല. അതുപോലെ 15 ഡിഗ്രി സെൽഷ്യസ് ആണ് അവരുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ലോ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്ന മൈക്രോ ബാക്ടീരിയ ആണ് സൈക്രോഫൈൽസ് എന്ന് പറയുന്നത്. 0 ഡിഗ്രി സെൽഷ്യസ് ഓർ ബിലോ ആൻഡ് അവരുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇസ് 50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് മാക്സിമം ടെമ്പറേച്ചർ 20 ആണ്. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ റീസ്റ്റീറിയ മോണോസൈറ്റോജൻസ് എന്ന് പറയുന്നത് ഒരു സൈക്രോഫൈലാണ്. രണ്ടാമത്തേതാണ് സൈക്കോട്രോഫ്സ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 0 ഡിഗ്രി സെൽഷ്യസിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 to 30 ഡിഗ്രി ആയിരിക്കും. കുറച്ചും കൂടെ ഹൈ ടെമ്പറേച്ചറിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതാണ് സൈക്രോട്രോഫ്സ്. നെക്സ്റ്റ് വൺ ഈസ് മീസോഫിൽസ്. മീസോഫിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചേഴ്സിലെ അവിടെ ഒപ്റ്റിമം ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസം ആണ് മീസോഫിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ബാക്ടീരിയ ദാറ്റ് ക്യാൻ ഗോ ബെസ്റ്റ് ബിറ്റ്വീൻ 25 to 40 ഡിഗ്രി സെൽഷ്യസ്, 25 to 40 ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന മൈക്രോബ്സിനെയാണ് നമ്മൾ മീസോഫൈൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലൊക്കെ സർവൈവ് ചെയ്യാൻ, അതായത് അവരുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സോ അതാണ് മീസോഫൈൽസ്. ഇപ്പം നമ്മുടെ ഹ്യൂമൻ പാത്തോജൻസ് മിക്കതും എന്താണ്, മീസോഫിലിക് ആണ് അവരുടെ നേച്ചർ. സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, സാൽമണല്ല ടൈഫി ഒക്കെ എന്താണ്, മീസോഫൈൽസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് തെർമോഫൈൽസ്. തെർമോഫൈൽസ് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ, അതായത് 45 ഡിഗ്രി സെൽഷ്യസ് എബോ സർവൈവ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ബാക്ടീരിയയാണ് തെർമോഫൈൽസ് എന്ന് വിളിക്കുക. ബാസിലസ് തെർമോഫിലസ്, തെർമസ് അക്വാട്ടിക്കസ് ഒക്കെ ഈ തെർമോഫൈൽസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പർ തെർമോഫൈൽസ് ഉണ്ട്. ഹൈപ്പർ തെർമോഫൈൽസ് എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രി സെൽഷ്യസിന് എബോ സർവൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഗ്രോ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെയാണ് ഹൈപ്പർ തെർമോഫൈൽസ് എന്ന് വിളിക്കുക. ആർക്കി ബാക്ടീരിയ ഒക്കെ ആ ഹൈപ്പർ തെർമോഫൈൽസിൽ വരുന്നതാണ് കേട്ടോ. തെർമോ ഡീസൾഫോ ബാക്ടീരിയം ഒക്കെ ഈ ഹൈപ്പർ തെർമോഫൈൽസിൽ വരുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. സൈക്രോഫൈൽസ്, സൈക്രോട്രോഫ്സ്, മീസോഫൈൽസ്, തെർമോഫൈൽസ് ആൻഡ് ഹൈപ്പർ തെർമോഫൈൽസ്.
ഇനി ബേസ്ഡ് ഓൺ ദ ഓക്സിജൻ റിക്വയർമെന്റ്, ഓക്സിജൻ എത്രത്തോളം വേണം അല്ലെങ്കിൽ ഓക്സിജൻ വേണോ എന്നതിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തത്. ഫസ്റ്റ് വൺ ഈസ് ഒബ്ലിഗേറ്റ് എയറോബ്സ്. അവർക്ക് ഓക്സിജൻ ഉണ്ടെങ്കിലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സർവൈവ് ചെയ്യാൻ പറ്റൂ. സോ ദേ റിക്വയർസ് ഓക്സിജൻ ടു ലിവ്. എക്സാമ്പിൾ സ്യൂഡോമോണസ്. ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ്. ഫാക്കൾട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, ദേ ക്യാൻ യൂസ് ഓക്സിജൻ ബട്ട് ദേ ക്യാൻ ഗ്രോ ഇൻ അനേറോബിക് കണ്ടീഷൻ. അവർക്ക് ഓക്സിജൻ യൂസ് ചെയ്യാം, അനേറോബിക് കണ്ടീഷനിലും അവർക്ക് സർവൈവ് ചെയ്യാം. എക്സാമ്പിൾ ഈക്കോളൈ, സ്റ്റെഫൈലോകോക്കസ് ഒക്കെ ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ് ആണ്. ഇനി ഒബ്ലിഗേറ്റ് അനേറോബ്സ് ഉണ്ട്. ഒബ്ലിഗേറ്റ് അനേറോബ്സ് ഉണ്ട് കേട്ടോ. ഒബ്ലിഗേറ്റ് അനേറോബ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവർക്ക് ഓക്സിജന്റെ ആബ്സെൻസിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മൈക്രോ എയറോഫൈൽസ് ഉണ്ട്. അവർക്ക് ഓക്സിജൻ വേണം ബട്ട് സ്മോൾ കോൺസെൻട്രേഷൻ, വെരി ലോ കോൺസെൻട്രേഷനിലേക്ക് മാത്രം അവർക്ക് ഓക്സിജൻ ആവശ്യമുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് മൈക്രോ എയറോഫൈൽസ് എന്ന് വിളിക്കുക. ഹൈ ഓക്സിജൻ കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് നശിച്ചു പോകും. അതിന് എക്സാമ്പിളാണ് ക്യാമിലോബാക്ടർ. ക്യാമ്പിലോബാക്ടർ അതിനൊരു എക്സാമ്പിളാണ് മൈക്രോ എയറോഫൈൽസ്. ഓക്കെ, അപ്പം ബേസ്ഡ് ഓൺ ദ ഓക്സിജൻ റിക്വയർമെന്റ് നമുക്ക് എങ്ങനെയൊക്കെ ആക്കാം, ഒബ്ലിഗേറ്റ് എയറോബ്സ്, obligate anaerobes, facultative anaerobes, micro aerophiles. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ പി എച്ച്, അതായത് എത്രത്തോളം അസിഡിക് കണ്ടന്റ് അല്ലെങ്കിൽ ബേസിക് കണ്ടന്റ് വേണം എന്നുള്ളതിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് അസിഡോഫൈൽസ്. അസിഡോഫൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അസിഡിക് കണ്ടീഷൻ, അതായത് ലോ പി എച്ചിലായിരിക്കും അവർ സർവൈവ് ചെയ്യുക. ലോ പി എച്ചിലായിരിക്കും അവർ സർവൈവ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ചില അസിഡോഫൈൽസ് തെർമോഫിലിക്കും ആയിരിക്കും, അതായത് ഹൈ ടെമ്പറേച്ചറിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അവരെ നമ്മൾ തെർമോ അസിഡോഫൈൽസ് എന്ന് വിളിക്കും. എക്സാമ്പിൾ വരുന്നതാണ് തയോബാസിലസ് തയോ ഓക്സിഡൻസും തയോബാസിലസ് ഫെറോക്സിഡൻസും ഒക്കെ ഈ അസിഡോഫൈൽസിന് എക്സാമ്പിൾ ആണ്. ഇനി ആൽക്കലിഫൈൽസ് ഉണ്ട്. ആൽക്കലിഫൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അവർക്ക് ആൽക്കലൈൻ പി എച്ച് അല്ലെങ്കിൽ ഹൈ പി എച്ചിലായിരിക്കും അവർ സർവൈവ് ചെയ്യുക. എക്സാമ്പിൾ വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ ഒരു പി എച്ച്, അതായത് ആൽക്കലൈൻ പി എച്ചിലാണ് അവർ ഗ്രോ ചെയ്യുന്നത്, ഓപ്റ്റിമം. സോ അതുകൊണ്ട് അതിന് ആൽക്കലൈഫൈൽസ് ആണ്. ഇനി ന്യൂട്രോഫൈൽസ് ഉണ്ട്. ന്യൂട്രോഫൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ന്യൂട്രൽ പി എച്ചിലായിരിക്കും, ഒരു 6.5 to 7.5 ആ ഒരു റേഞ്ച് ഓഫ് പി എച്ചിലായിരിക്കും അവർ എന്ത് ചെയ്യുക, സർവൈവ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഈക്കോളൈ. ഈക്കോളൈ ഒരു ന്യൂട്രോഫൈലാണ്. സോ ബേസ്ഡ് ഓൺ അവരുടെ പി എച്ച് അല്ലെങ്കിൽ അസിഡിക് ആൻഡ് ബേസിക് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ മൂന്നായിട്ടാണ് അസിഡോഫൈൽസ്, ആൽക്കലോഫൈൽസ് ആൻഡ് ന്യൂട്രോഫൈൽസ്. ഇനി നെക്സ്റ്റ് വൺ ഫ്ലജലാർ അറേഞ്ച്മെന്റ്. അവരുടെ സെല്ലിൽ ഫ്ലജല എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അട്രൈക്കസ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫ്ലജല ഇല്ല. ബാക്ടീരിയ വിത്തൗട്ട് ഫ്ലജലയാണ് അട്രൈക്കസ് എന്ന് പറയുന്നത്. അവർക്ക് ഫ്ലജല ഉണ്ടാവില്ല. ലാക്ടോബാസിലസ്, ബാസിലസ് ആന്ത്രാസിസ്, സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസിനൊന്നും എന്തില്ല, ഫ്ലജല ഇല്ല. സോ അത് അട്രൈക്കസ്. ഇനി മോണോട്രൈക്കസ് ഉണ്ട്. മോണോട്രൈക്കസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഒരു സെല്ലിൽ ഒരു സിംഗിൾ ഫ്ലജല മാത്രമേ കാണുള്ളൂ, അതാണ് മോണോട്രൈക്കസ്. അപ്പം ഒരു എൻഡിൽ ഒരു ഫ്ലജല മാത്രമായിട്ട് കാണുന്നതാണ് മോണോട്രൈക്കസ്. ക്യാമ്പിലോബാക്ടർ, വിബ്രിയോ കോളറയൊക്കെ മോണോട്രൈക്കസ് ആണ്. ഇനി ലോഫോട്രൈക്കസ് എന്ന് പറയുമ്പം ഒരു എൻഡിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലജല ഇങ്ങനെ കാണും. അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ, അതായിരുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലജല അറ്റ് വൺ എൻഡിനെയാണ് നമ്മൾ ലോഫോട്രൈക്കസ് എന്ന് വിളിക്കുന്നത്. സ്പൈറിലം, ഹെലിക്കോബാക്ടർ പൈലോറി, സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് ഒക്കെ ഈ ലോഫോട്രൈക്കസിൽ വരുന്നതാണ്. ഇനി പെരിട്രൈക്കസ് ഉണ്ട്. പെരിട്രൈക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സെല്ല് ഫുള്ള് ഇങ്ങനെ ഫ്ലജല കാണും. ഓക്കെ, അതിനെയാണ് പെരിട്രൈക്കസ് എന്ന് പറയുന്നത്. ഓൾ ഡയറക്ഷനിൽ അവർ ഫ്ലജല കാണും. ഈക്കോളൈ, ക്ലബ്സിയല്ല, പ്രോട്ടിയസ്, സാൽമണല്ല ടൈഫി ഒക്കെ എന്താണ്, പെരിട്രൈക്കസ് ആയിട്ട് വരുന്നതാണ്. ഇനി ആംഫിട്രൈക്കസ് ഉണ്ട്. അതായത് രണ്ട് എൻഡിലും രണ്ട് പോളിലും ഓരോ ഫ്ലജല ഇങ്ങനെ കാണും. ഓക്കെ, അതിനെയാണ് ആംഫിട്രൈക്കസ് എന്ന് പറയുന്നത്. ആൽക്കലിജൻസ്, ഫീക്കാലിസ്, നൈട്രോസോമോണസ് ഒക്കെ എന്താണ്, ആംഫിട്രൈക്കസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതാണ് ഒരു ഫ്ലജലാർ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അട്രൈക്കസ് ഫ്ലജല ഇല്ലാത്തത്. മോണോ ആകുമ്പോൾ ഒരു സിംഗിൾ ഫ്ലജല കാണും. ലോഫോ ആകുമ്പോൾ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലജല വൺ എൻഡിൽ കാണും. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലജല അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്ലജല രണ്ട് എൻഡിലായിട്ട് കാണുവാണെങ്കിൽ അത് ആംഫിട്രൈക്കസ് ആണ്. ഹോൾ സെല്ല് ത്രൂ ഔട്ട് കാണുവാണെങ്കിൽ അത് പെരിട്രൈക്കസ് ആണ്. ഈ ഓരോ ടേമും അതിൻ്റെ ഡെഫിനിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ടേമും ആൻഡ് ദെയർ ഡെഫിനിഷൻ നന്നായിട്ട് നോക്കി വെച്ചോളൂ. അപ്പോൾ അത്രയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫ്ലജല. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ സ്പോർ ഫോർമേഷൻ. സ്പോർ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ള ബേസിസിൽ, അല്ലെങ്കിൽ ഉണ്ടാവുന്ന സ്പോർ ഏത് ടൈപ്പ് ആണെന്നുള്ള ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. സ്പോർ ഫോമിംഗ് ബാക്ടീരിയയും
നോൺ സ്പോർ ഫോമിംഗ് ബാക്ടീരിയ ഉണ്ട്. സ്പോർ ഫോമിംഗ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, ദേ പ്രൊഡ്യൂസ് സ്പോർ. അതായത് അൺഫേവറബിൾ കണ്ടീഷനിൽ അവർ എന്ത് ചെയ്യും, സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യും. സ്പോർട്സ് തന്നെ 2 തരമാണ്, എൻഡോസ്പോറും എക്സോസ്പോറും ഉണ്ട്. എൻഡോസ്പോർ എന്ന് പറയുമ്പോൾ വിത്തിൻ ദ ബാക്ടീരിയൽ സെൽ, ബാക്ടീരിയൽ സെല്ലിനുള്ളിലായിട്ട് തന്നെ എന്തുണ്ടാക്കും, സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. ബാസിലസ് ക്ലോസ്ട്രീഡിയം സ്പോറോസാർസീനയൊക്കെ എന്താണ്, എൻഡോസ്പോർ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആണ്. എക്സോസ്പോർ ഉണ്ട്, അതെന്തായിരിക്കും, സെല്ലിന് ഔട്ടർ ആയിട്ടായിരിക്കും അവർ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് എക്സോസ്പോർ എന്ന് പറയുന്നത്. മെത്തിലോസൈനസ് ഒരു എക്സോസ്പോറിന് എക്സാമ്പിൾ ആണ്. ഇനി നോൺ സ്പോർ ഫോമിംഗ് ബാക്ടീരിയ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, സ്പോർ പ്രൊഡ്യൂസ് ചെയ്യില്ല. അതിന് എക്സാമ്പിൾ ആണ് ഈക്കോളി ആൻഡ് സാൽമണല്ല. അപ്പോൾ അത്രയാണ് അവരുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്, സ്പോർ ഫോമിംഗ് ആൻഡ് നോൺ സ്പോർ ഫോമിംഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പം നമ്മൾ സ്ട്രക്ചറിൻ്റെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ നോക്കി, പിന്നെ അവരുടെ ഓക്സിജൻ റിക്വയർമെൻറ്റ്, ടെമ്പറേച്ചർ, pH, പിന്നെ നമ്മളിപ്പോൾ കണ്ട പോലെ ഫ്ലജലാർ, പിന്നെ ഇത് അതായത് സ്പോർ ഫോം ചെയ്യോ ഇല്ലയോ എന്നുള്ള ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എത്രയാണ് ബാക്ടീരിയയുടെ സ്ട്രക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ബാക്കി നമുക്ക് ഉടനെ അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം. സോ ഇന്ന് പഠിച്ചതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ബാക്ടീരിയ. ബാക്ടീരിയ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് ബാക്ടീരിയക്കുള്ളൊരു കറക്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ? മൾട്ടിസെല്ലുലാർ ആൻഡ് യൂക്കാരിയോട്ടിക്, യൂണിസെല്ലുലാർ ആൻഡ് പ്രൊക്യാരിയോട്ടിക്, യൂണിസെല്ലുലാർ ആൻഡ് യൂക്കാരിയോട്ടിക്, മൾട്ടിസെല്ലുലാർ ആൻഡ് ഓട്ടോട്രോഫ്സ്. ഏതാണ്? ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ ആൻഡ് പ്രൊക്യാരിയോട്ടിക് ആണ്. വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ കോൾഡ്? ബാക്ടീരിയയുടെ സ്റ്റഡീനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? വൈറോളജി, മൈക്കോളജി, ബാക്ടീരിയോളജി, പാത്തോളജി. ഇറ്റ് ഈസ് ബാക്ടീരിയോളജി. ബാക്ടീരിയോളജിയാണ് ബാക്ടീരിയയുടെ സ്റ്റഡി. ഇതെല്ലാം എന്താണ്, മൈക്രോബയോളജിയുടെ അണ്ടറിൽ വരുന്നതാണ്. വിച്ച് ബാക്ടീരിയൽ സ്ട്രക്ചർ ഈസ് റെസ്പോൺസിബിൾ ഫോർ മോട്ടിലിറ്റി? മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് സ്ട്രക്ചറാണ്? ക്യാപ്സ്യൂൾ, പിലൈ, ഫ്ലജല, റൈബോസോം. ഇറ്റ് ഈസ് ഫ്ലജല. ഫ്ലജലയാണ് മോട്ടിലിറ്റിക്ക് അല്ലെങ്കിൽ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് പിലൈ ഇൻ ബാക്ടീരിയ? പിലൈയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? മോട്ടിലിറ്റി, DNA ട്രാൻസ്ഫർ ആൻഡ് അദഷൻ, പ്രോട്ടീൻ സിന്തസിസ്, റെസ്പിറേഷൻ. എന്താണ് ചെയ്യുക? പിലൈ ചെയ്യുന്നത് DNA ട്രാൻസ്ഫർ ആൻഡ് അദഷൻ ആണ്. The bacterial cell wall is primarily made up of dash. Bacterial cell wall ന്റെ കമ്പോണന്റ് ഏതാണെന്നാണ്? സെല്ലുലോസ്, കൈറ്റിൻ, പെപ്റ്റിഡോഗ്ലൈക്കൻ, ലിഗ്നിൻ. ഇറ്റ് ഈസ് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് ബാക്ടീരിയൽ സെൽ വാളിന്റെ കമ്പോണന്റ്. അല്ലെങ്കിൽ ബാക്ടീരിയൽ സെൽ വാള് മേഡപ്പ് ചെയ്തിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ വെച്ചിട്ടാണ്. വിച്ച് ടൈപ്പ് ഓഫ് ബാക്ടീരിയ is spherical in shape? Spherical shape. Spherical shape വരുന്നത് ഇതിലേതാണ്? ബാസിലൈ, കോക്കൈ, സ്പെറില്ല, വിബ്രിയോ. ഇറ്റ് ഈസ് കോക്കൈ. കോക്കയാണ് സ്പെറിക്കൽ ഷേപ്പ്, ബാസിലസ് റോഡ് ഷേപ്പ്, സ്പൈറില്ല ഹെലിക്കൽ ഷേപ്പ്, വിബ്രിയോ കർവ്ഡ് കോമ ഷേപ്പ്. ഓക്കെ, ബാസിലസ് സിറിയസ് ബിലോങ്സ് ടു വിച്ച് ബാക്ടീരിയൽ ഷേപ്പ് കാറ്റഗറി? ഏതിനകത്താണ് ബാസിലസ് സിറിയസ് വരുന്നത്? ഇറ്റ് ഈസ് ബാസിലൈ. ബാസിലയിൽ വരുന്നതാണ് ബാസിലസ് സിറിയസ്. ഒരു സിംഗിൾ ബാസിലൈ മാത്രമായിരിക്കും വരിക. വിച്ച് ബാക്ടീരിയ ഹാസ് എ ഹെലിക്കൽ ഷേപ്പ്? ഈ തന്നിരിക്കുന്നതിൽ ഹെലിക്കൽ ഷേപ്പ്. ഇപ്പോൾ ഓർക്കുക, സ്പൈറലിലേക്കകത്താണ് വരുന്നതെന്ന് ഓർക്കുക. വിബ്രിയോ കോളറൈ, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, സ്പൈറലം സ്പീഷീസ്, ഈക്കോളൈ. ഇറ്റ് ഈസ് സ്പൈറലം സ്പീഷീസ്. അതിലായിരിക്കും ഹെലിക്കൽ ഷേപ്പ് വരുന്നത്. വിച്ച് ബാക്ടീരിയ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് യൂസിങ് സൺലൈറ്റ്? സൺലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിലേതാണ്? ഫോട്ടോ ഓട്ടോട്രോഫ്, സ്കീമോ ഓട്ടോട്രോഫ്, സാപ്രോഫൈറ്റ്സ്, പാരസൈറ്റിക്. ഇറ്റ് ഈസ് ഫോട്ടോ ഓട്ടോട്രോഫ്സ്. കെമിക്കൽ യൂസ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ആണെങ്കിൽ കീമോ ഓട്ടോട്രോഫ്സ് എന്ന് പറയാം. വാട്ട് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഡിക്കമ്പോസസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്? ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിക്കമ്പോസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയ എന്താണ്? ഓട്ടോട്രോഫ്സ്, പാരസൈറ്റ്സ്, സാപ്രോഫൈറ്റ്സ്, കൊമൻസൽസ്. ഇറ്റ് ഈസ് സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിക്കമ്പോസ് ചെയ്യുന്നത്. Which bacteria grow best at cold temperature, that is 0 to 15 degrees Celsius? Mesophiles, thermophiles, hyperthermophiles, psychrophiles. ലോ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്നവരെ നമ്മൾ എന്താ വിളിക്കുക? സൈക്രോഫൈൽസ്. ഹൈ ടെമ്പറേച്ചർ ആണിത്, അതായത് 40 ഡിഗ്രി സെൽഷ്യസ് എബോ, 80 ഡിഗ്രി സെൽഷ്യസ് എബോ ആണ് ഹൈപ്പർ തെർമോഫൈൽസ്. മീസോഫൈൽസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 25 to 40 ഡിഗ്രിക്കുള്ളിൽ സർവൈവ് ചെയ്യുന്നവരാണ് മീസോഫൈൽസ്. മോസ്റ്റ് ഹ്യൂമൻ പാത്തോജനിക് ബാക്ടീരിയ ബിലോങ്സ് ടു ഡാഷ്. ഇതിൽ ഏതാണ് ഏറ്റവും ഹ്യൂമൻ പാത്തോജൻസ്, ഹ്യൂമനെ അറ്റാക്ക് ചെയ്യുന്ന ബാക്ടീരിയ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? സൈക്രോഫൈൽസ്, തെർമോഫൈൽസ്, മീസോഫൈൽസ്, ഹൈപ്പർ തെർമോഫൈൽസ്. ഏതാണ്? മീസോഫൈൽസിലാണ്. അതായത് ഒപ്റ്റിമം അവരുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളെ ബോഡി ടെമ്പറേച്ചർ ആയിട്ടുള്ള 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ മീസോഫൈൽസ് ആണ് ഹ്യൂമൻ പാത്തോജൻസ് ആയിട്ട് വരുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ബാക്ടീരിയ റിക്വയർസ് ഓക്സിജൻ ടു സർവൈവ്?
സർവൈവ് ചെയ്യാൻ അവർക്ക് ഓക്സിജൻ ആവശ്യമാണ്. അങ്ങനെയുള്ള ബാക്ടീരിയനെ നമ്മൾ പറയുന്ന ഇതാണ് ഒബ്ലിഗേറ്റ് അനൈറോബ്സ്, ഒബ്ലിഗേറ്റ് എയറോബ്സ്, ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ്, എയറോ ടോളറന്റ് അനൈറോബ്സ്. ഇറ്റ് ഈസ് ഒബ്ലിഗേറ്റ് അനൈറോബ്സ്. അവർക്കാണ് ഓക്സിജൻ ഇല്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. വിച്ച് ബാക്ടീരിയ ക്യാൻ സർവൈവ് വിത്ത് ഓർ വിത്തൗട്ട് ഓക്സിജൻ? ഓക്സിജൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് ഇതിലേതാണ്? ഒബ്ലിഗേറ്റ് എയറോബ്സ്, ഒബ്ലിഗേറ്റ് അനൈറോബ്സ്, ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ്, മൈക്രോ എയറോഫൈൽസ്. ഇറ്റ് ഈസ് ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ് ആണ് ഓക്സിജന്റെ പ്രസൻസിലും ആബ്സെൻസിലും സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. വിച്ച് ബാക്ടീരിയ ത്രൈവ് ഇൻ അസിഡിക് കണ്ടീഷൻസ്? അസിഡിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ ഇതിലേതാണ്? അസിഡോഫൈൽസ്, ആൽക്കലോഫൈൽസ്, ന്യൂട്രോഫൈൽസ്, ഹാലോഫൈൽസ്. ഇറ്റ് ഈസ് അസിഡോഫൈൽസ്. അസിഡിക് കണ്ടീഷൻ അല്ലെങ്കിൽ ലോ pH എന്ന് ചോദിക്കാം, അത് അസിഡോഫൈൽസ് ആണ്. ഹൈ pH അല്ലെങ്കിൽ ആൽക്കലൈൻ കണ്ടീഷനാണ് ആൽക്കലോഫൈൽസ്. ന്യൂട്രൽ pHയിലാണ് ന്യൂട്രോഫൈൽസ്. ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിലാണ് ഹാലോഫൈൽസ്. വിബ്രിയോ കോളറെ പ്രിഫേഴ്സ് ആൻ ആൽക്കലൈൻ pH. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഡാഷ്. വിബ്രിയോ കോളറെ ഒരു ആൽക്കലൈൻ pH ആണ് അവർക്ക് വേണ്ടത്. അതിനാണെങ്കിൽ അത് ഏതിൻ്റെ അണ്ടറിലാണ് വരിക? അസിഡോഫൈൽസ്, ആൽക്കലോഫൈൽസ്, ന്യൂട്രോഫൈൽസ്, തെർമോഫൈൽസ്. ഇറ്റ് ഈസ് ആൽക്കലോഫൈൽസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ലാക്ക് ഫ്ലജല? ഫ്ലജല ഇല്ലാത്ത ബാക്ടീരിയനെ നമ്മൾ ഏത് ക്ലാസ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുക? മോണോട്രൈക്കസ്, ആട്രിക്കസ്, ലോഫോട്രൈക്കസ്, ആംഫിട്രൈക്കസ്. ഇറ്റ് ഈസ് അട്രൈക്കസിന് ഇൻക്ലൂഡ് ചെയ്യും. അട്രൈക്കസിലാണ് ഇത് വരുന്നത്. ബാക്ടീരിയ വിത്ത് എ സിംഗിൾ ഫ്ലജലം അറ്റ് വൺ എൻഡ് ആർ കോൾഡ് ഡാഷ്. ഒരു സിംഗിൾ ഫ്ലജല അവരുടെ ഒരു എൻഡിൽ മാത്രമായിട്ട് കാണുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പെരിട്രൈക്കസ്, ആംഫിട്രൈക്കസ്, മോണോട്രൈക്കസ്, ലോഫോട്രൈക്കസ്. ഇറ്റ് ഈസ് മോണോട്രൈക്കസ്. ലോഫോട്രൈക്കസ് ആകുമ്പോൾ എന്തായിരിക്കും? അവർക്ക് ഒരു ടഫോ ബാക്ടീരിയ അല്ലെ ഫ്ലജല ഒരു എൻഡിലായിട്ട് കാണും. ആംഫിട്രൈക്കസ് രണ്ട് എൻഡിലായിട്ടും കാണും. പെരിട്രൈക്കസ് അവരുടെ ഹോൾ സെല്ലിലായിട്ട് ഇങ്ങനെ ഫ്ലജല കാണും. അപ്പോൾ പെരിട്രൈക്കസ് ഹോൾ സെല്ലിൽ വരും, ആംഫിട്രൈക്കസ് രണ്ട് എൻഡിലായിട്ട് വരും, മോണോട്രൈക്കസ് ഒരു എൻഡിൽ ഒരെണ്ണം വരും, ലോഫോട്രൈക്കസ് ഒരു ക്ലസ്റ്റർ ഒരു എൻഡിൽ വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയ ഫോം എൻഡോസ്പോർ? ഏതിലാണ് എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ വരുന്നത്? ബാസിലൈ, ഈക്കോളൈ, വെബ്രിയോ, മൈക്കോപ്ലാസ്മ. ഇറ്റ് ഈസ് ബാസിലസ് ആണ് സ്പോർ ഫോമിംഗ് ആയിട്ടുള്ളൊരു ബാക്ടീരിയ. ബാക്കിയെല്ലാം നോൺ സ്പോർ ഫോമിംഗ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ സ്പോർ ഫോമിംഗ് ബാക്ടീരിയ? ഈ തന്നിരിക്കുന്നതിൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാത്തത് ഏതാണ്? ക്ലോസ്ട്രീഡിയം, ബാസിലസ്, സാൽമണല്ല, സ്പോറോസാർസിനെ. ഇതിലേതാണ് വരിക? ഇറ്റ് ഈസ് സാൽമണല്ലയാണ് വരുന്നത്. ഈക്കോളൈ, സാൽമണല്ലയൊക്കെ നോൺ സ്പോർ ഫോമിംഗ് ബാക്ടീരിയയിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ബാക്ടീരിയൽ സ്ട്രക്ചർ. ബാക്ടീരിയൽ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ ആൻഡ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം. Bacteria lack membrane-bound organelles. The bacterial nucleus is enclosed by nuclear membrane. Ribosome in bacteria are of ATS type. Okay, ഇതിൽ which of the following അല്ലെങ്കിൽ above statements are correct? കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. ബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ ആൻഡ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം, അത് കറക്റ്റ് ആണ് അല്ലേ? ബാക്ടീരിയ ലാക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ, അതും കറക്റ്റ് ആണ്. ബാക്ടീരിയൽ ന്യൂക്ലിയസ് ഇസ് എൻക്ലോസ്ഡ് ബൈ ന്യൂക്ലിയർ മെംബ്രെയിൻ, അത് തെറ്റാണ്. റൈബോസോം ഇൻ ബാക്ടീരിയ ആർ ഓഫ് 80S ടൈപ്പ്, 70S ആണ് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് 1 and 2 only. 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫ്ലജല്ല ആൻഡ് പില്ലൈ ഇൻ ബാക്ടീരിയ. Flagella helps in bacterial motility. Pili are found only in gram-positive bacteria. Sex pili play a role in bacterial conjugation. Pili are made up of protein called pillin. Which of the above statements are correct? Correct ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? Flagella helps in bacterial motility, അത് കറക്റ്റ് ആണ്. Pili are found only in gram-positive bacteria, it is wrong. അത് gram നെഗറ്റീവിലാണ് വരുന്നത്. Sex pili play a role in bacterial conjugation, അത് കറക്റ്റ് ആണ്. Pili are made up of protein called pillin, അതും കറക്റ്റ് ആണ്. സോ 1, 3 and 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ബാക്ടീരിയൽ സെൽ വാൾ. ബാക്ടീരിയൽ സെൽ വാളുമായിട്ട് കണക്ട് ചെയ്ത് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ദ ബാക്ടീരിയൽ സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. Gram negative bacteria have a thick peptidoglycan. Gram positive bacteria contain thicoic acid in their cell wall. Mycoplasma bacteria lack a cell wall. Which of the above statements are correct? Correct ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ ഏതാണ്? The bacterial cell wall is made up of peptidoglycan. അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഹാവ് എ തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ, അത് റോങ് ആണ്. തിന്നാണ് അവർക്കുള്ളത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ കണ്ടെയ്ൻ thicoic acid, അത് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. മൈക്കോപ്ലാസ്മ ബാക്ടീരിയ ലാക്ക് എ സെൽ വാൾ, അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1, 3 and 4 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്.
Consider the following statement regarding bacterial classification based on shape. Cocci bacteria are spherical in shape. Bacilli bacteria are rod-shaped. Vibrio bacteria are spiral shaped. Spirilla are comma-shaped bacteria. Which of the above statements are incorrect? Incorrect ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. So Cocci bacteria are spherical shape, അത് കറക്റ്റ് ആണ്. Bacilli bacteria are rod shape, അതും കറക്റ്റ് ആണ്. Vibrio bacteria are spiral shape. No, അത് കോമ ഷേപ്പ് ആണ് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. സ്പൈറല ആർ കോമ ഷേപ്പ്, അത് തെറ്റാണ്. അത് ഹെലിക്കൽ അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്പ് ആണ്. സോ 3 and 4 ആണ് തെറ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ 3 and 4 വരുന്നുണ്ട്. 3 and 4 ആർ റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 3 and 4 ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഓക്സിജൻ റിക്വയർമെന്റ് ഇൻ ബാക്ടീരിയ. ഓക്സിജൻ റിക്വയർമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒബ്ലിഗേറ്റ് എയറോബ്സ് റിക്വയർസ് ഓക്സിജൻ ടു സർവൈവ്. Facultative anaerobes can grow with and without oxygen. Microaerophils grow best in high oxygen concentration. Obligate anaerobes cannot survive in the presence of oxygen. Which of the above statements are correct? Correct ആയിട്ടുള്ളത് ഇതിൽ ഏതാണ്? Obligate aerobes requires oxygen to survive, അത് correct ആണ്. Facultative anaerobes can grow with or without oxygen, അതും correct ആണ്. Microaerophils grow best in high oxygen concentration, അത് wrong ആണ്. Low concentration അവർ survive ചെയ്യൂ. Obligate anaerobes cannot survive in the presence of oxygen, അതും correct ആണ്. അപ്പോൾ ഇതിൽ correct ആയിട്ടുള്ള statement 1, 2 and 4 only. Consider the following statement regarding temperature based bacterial classification. Psychrophils grow best at high temperature above 45 degrees Celsius. Mesophils include many human pathogens. Thermophils thrive at a temperature above 45 degrees Celsius. Hypothermophils grow best at temperature above 80 degrees Celsius. Which of the above statements are correct? Correct ആയിട്ടുള്ളത് ഇതിൽ ഏതൊക്കെ statements ആണ്? Psychrophils grow best at high temperature. It's wrong statement. അത് low temperatureലാണ് survive ചെയ്യുന്നത്. Mesophils include many human pathogen. അത് correct ആണ്. Thermophils thrive at temperature above 45 degrees Celsius. അതും correct ആണ്. Hypothermophils grow best at temperature above 80 degrees Celsius. അതും correct ആണ്. അപ്പോൾ ഇതിൽ correct ആയിട്ടുള്ളത് 2, 3 and 4 only. Next one, assertion and reason type questions ആണ്. Gram-positive bacteria have a thick peptidoglycan layer in cell wall. Peptidoglycan provides structural integrity and protect bacteria from osmotic pressure. അപ്പോൾ ഇവിടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റ് ആണ്. ബട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതായത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നും അല്ലല്ലോ പറയുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണെന്നേ ഉള്ളൂ. ഫ്ലജില ഹെൽപ്പ് ബാക്ടീരിയ ഇൻ മൂവ്മെൻറ്റ്. ഓൾ ബാക്ടീരിയ പൊസസ് ഫ്ലജില ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഫ്ലജില ഹെൽപ്സ് ഇൻ ബാക്ടീരിയ ഇൻ മൂവ്മെൻറ്റ്, അത് കറക്റ്റാണ്. എല്ലാ ബാക്ടീരിയയ്ക്കും ഫ്ലജില ഉണ്ടോ? ഇല്ല അല്ലേ? സോ എ ഇസ് ട്രൂ, ആർ ഇസ് ഫാൾസ്. നെക്സ്റ്റ് വൺ, obligate anaerobes cannot survive in the presence of oxygen. They lack the enzyme required to neutralize reactive oxygen species. Obligate anaerobesന് ഓക്സിജന്റെ പ്രസൻസ് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണമാണ് ആ കൊടുത്തിരിക്കുന്നത്. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ആൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. Thermophils thrive at temperature above 45 degrees Celsius. Thermophils have heat-resistant enzyme that allow survive in extreme heat. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റും അത് കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. അപ്പോൾ എത്രയാണ് നമ്മൾ ബാക്ടീരിയൽ സ്ട്രക്ചർ ആൻഡ് ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ്. അപ്പം ഇതിനണ്ടറിൽ ആ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ നന്നായിട്ട് നോക്കി വെച്ചോളൂ. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതും എന്താണ് ആസിഡോഫൈൽസ്, എന്താണ് മീസോഫൈൽസ്, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് നോക്കി വെച്ചോളൂ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.